السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله. കഴിഞ്ഞ ക്ലാസ്സിൽ 25-ാമത്തെ ആയത്താണ് കംപ്ലീറ്റ് ചെയ്തത്. ഇന്ന് 26, 27 കവർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. നമ്മൾ കഴിഞ്ഞ ദിവസം സബ് മെയിൻ ഗ്രൂപ്പിൽ മുഹാസബ ഫോമും അതിന്റെ എക്സ്പ്ലനേഷനും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയും അറിയാത്ത ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് പറഞ്ഞു പോവാണ്. ഇനി മുതൽ നമ്മളുടെ അതായത് നമുക്ക് ഇപ്പം ഒരാഴ്ച ഇടവിട്ടിട്ടാണ് തഫ്സീർ എക്സാമുകൾ ഉള്ളത് അല്ലെ. ആ ഒരു ഇടവിട്ടിട്ടുള്ള ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഈ മുഹാസബ ഫോം ഫില്ല് ചെയ്യാൻ, അതായത് നമ്മൾ തഫ്സീർ എക്സാമിന് നമ്മളുടെ ഇൽമാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മുഹാസബ ഫോമിൽ നമ്മളുടെ അമലായിരിക്കും ടെസ്റ്റ് ചെയ്യാം. അപ്പം അതിന് ഓൾമോസ്റ്റ് നമുക്ക് കവർ ചെയ്യേണ്ട എല്ലാ കാറ്റഗറീസും കവർ ചെയ്ത് കൊണ്ടിട്ടുള്ള ഫോമാണ് മുഹാസബ ഫോം. എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും അതിനെ എടുക്കേണ്ടത്, ഓരോ ക്വസ്റ്റ്യനിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് മാർക്ക് ഇടേണ്ടതെന്നൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള ലൈവിന്റെ റെക്കോർഡിംഗ് ആണ് ക്ലാസ് ഗ്രൂപ്പിലിട്ടത്. അപ്പം ഇதையும் ചെയ്തിട്ടില്ലാത്തവര് ആ ക്ലാസ്സുകളൊന്ന് കേട്ടിട്ട് ആ മുഹാസബ ഫോം സേവ് ചെയ്ത് വെച്ചിട്ട് അടുത്ത 2 ആഴ്ചത്തേക്കുള്ള ഗോൾ സെറ്റ് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ കൂടുതൽ വിശദമായിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പം നമുക്ക് ഇന്നത്തെ ആയത്തുകളിലേക്ക് കടക്കാം. 26-ാമത്തെ ആയത്തിന്റെ റെസിറ്റേഷൻ ഒന്ന് കേൾക്കാം ഇൻഷാ അല്ലാഹ്. ട്രാൻസ്ലേഷൻ. നബിയെ പറയുക, അല്ലാഹുവേ, രാജാധിപത്യത്തിന്റെ ഉടമസ്ഥനെ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ രാജാധിപത്യം കൊടുക്കുന്നു. നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ രാജാധിപത്യം നീക്കിക്കളയുകയും ചെയ്യുന്നു. നീ ഉദ്ദേശിക്കുന്നവരെ നീ പ്രതാപത്തിലാക്കുകയും നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദ്യതയിലാക്കുകയും ചെയ്യുന്നു. നിന്റെ കൈവശം അത്രയും നന്മയുള്ളത്, നിശ്ചയമായും നീ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. വാക്കർത്ഥം നോക്കാം. ഖുൽ, നീ പറയുക, അല്ലാഹുമ്മ, അല്ലാഹുവേ, മാലിക്കൽ മുൽക്ക്, മാലിക്കും മുൽക്കും സെയിം റൂട്ടാണ്, മീം ലാം കാഫ്, രാജത്വം അല്ലെങ്കിൽ രാജാധിപത്യത്തിന്റെ ഉടമസ്ഥനെ. തുത്തി, നീ നൽകുന്നു, ഹംസ ത യ അതായ തി എന്നുള്ള വെർബ്, അൽ മുൽക്ക, രാജത്വത്തെ, മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക്, വതൻസിഉ, നീ നീക്കം ചെയ്യുകയും ചെയ്യുന്നു, നൂൻ സൈ ഐൻ, അൽ മുൽക്ക, രാജത്വത്തെ. ഈ മുൽക്ക് മാലിക്ക് എല്ലാം സെയിം റൂട്ടാണ് കേട്ടോ. മിമ്മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന്. തശ, യശ, നശ അതൊക്കെ നമ്മൾ മുമ്പ് പലതവണ കണ്ടതുകൊണ്ടാണ് എഴുതാത്തത് അതിന്റെ റൂട്ടും. ഓക്കെ. വതുഇസു, നീ പ്രതാപത്തിലാക്കുന്നു, പ്രതാപം നൽകുകയും ചെയ്യുന്നു. ഐൻ സൈ സൈ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അൽ അസീസ് എന്ന് പറഞ്ഞ നാമം നമുക്ക് കഴിഞ്ഞ കുറച്ച് ആയത്തുകളിൽ വന്നിട്ടുണ്ട് അല്ലെ. സെയിം റൂട്ടാണ്. ഇസ്സ, തുഇസ്. ഓക്കെ. മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ. വതുസില്ലു, നീ നിന്ദിക്കുക, നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്നു. ദാൽ ലാം ലാം. മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരെ. ബിയദിക, നിന്റെ കയ്യിലാണ്. അൽ ഖൈർ, ഗുണം. ഇന്നക, നിശ്ചയമായും നീ. അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും. ഖദീർ, കഴിവുള്ളവനാകുന്നു. സിറ നോക്കാം. ഖുലില്ലാഹുമ്മ, ഖുൽ, പറയുക, അല്ലയോ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറയാണ്, അല്ലാഹുമ്മ, ഓ അല്ലാഹ്, അല്ലാഹുവേ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എന്തോ പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു കൽപ്പിക്കുകയാണ് അല്ലെ. എന്താ പറയാൻ പറഞ്ഞത്? അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, അല്ലാഹുവേ, നീയാണ് എന്ത്? മാലിക്കൽ മുൽക്ക് അല്ലെ. മുൽക്കിന്റെ മാലിക്, രാജാധിപത്യത്തിന്റെ, രാജത്വത്തിന്റെ ഉടമസ്ഥൻ നീയാണ്. തുത്തിൽ മുൽക്ക് മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ രാജത്വം നൽകുന്നു. ഓക്കെ, നീ പരമാധികാരം നൽകുന്നു. തൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അത് രാജത്വം അല്ലെങ്കിൽ രാജാധികാരം എടുത്തു കളയുകയും ചെയ്യുന്നു. തുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ എന്താ? നീ പ്രതാപത്തിലാക്കുന്ന, ഒക്കെ നീ ഇസ്സത്ത് കൊടുക്കുന്ന. തുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദിക്കുന്നു, നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്നു. ബിയദിക്കൽ ഖൈർ, എല്ലാ നന്മയും നിന്റെ, എല്ലാ ഖൈറും നിന്റെ കയ്യിലാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിനക്ക് എന്താണ്? എല്ലാ കാര്യത്തിലും എന്താണ്?
കഴിവുള്ളവനാണ് നീ. ഓക്കെ, കുൽ ഇല്ലാഹുമ്മ അല്ലാഹുമ്മ, കുൽ അല്ലാഹുമ്മ, അല്ലാഹുമ്മ അല്ലാഹുവേ. പൊതുവേ അറബിയിൽ അല്ലെ എന്തെങ്കിലും ഒന്നിനെ നമ്മൾ വിളിക്കുന്നത് ഹർഫുൻ നിദ എന്ന് പറയുന്നത് യാ ആണ് അല്ലെ. യാ അയ്യുഹന്നാസ്, അങ്ങനെ നമ്മൾ യാ കൂട്ടിയിട്ട് വിളിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടെ അള്ളാഹുവിന്റെ കാര്യത്തിൽ അള്ളാഹുമ്മയാണ് അള്ളാഹുവെ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അവിടുത്തെ യാക്ക് ആദ്യത്തുള്ള യാക്ക് പകരം അവസാനത്തിൽ ഒരു മീം ആഡ് ചെയ്യണം അല്ലെ. മീം വിത്ത് മുഷദ്ദത, ശ്രദ്ധയുള്ള മീം. അപ്പം ഇത് അള്ളാന്റെ പേരിൽ മാത്രമാണ് ഇങ്ങനെ ഹർഫുനിദ, അതായത് വിളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ ആദ്യത്തിലുള്ള യാ മാറ്റിയിട്ട് അവസാനത്തിലുള്ള മീം വരുന്നത്. കാരണം അള്ളാന്റെ പേര് വരുമ്പം അതിന്റെ മുമ്പ് യാ കൊണ്ടുവരുന്നതിനേക്കാളും ആദ്യം അള്ളാന്റെ പേര് പറഞ്ഞിട്ട് പിന്നെ മീം ആക്കാൻ വേണ്ടിയിട്ട്. അള്ളാന്റെ പേരിന് മാത്രമേ ഇങ്ങനെ ഹർഫുനിദ, അതായത് യാക്ക് പകരം അവസാനത്തിൽ മീമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം അള്ളാഹുവെ മാലിക്കൽ മുൽക്ക്. മാലിക്കൽ മുൽക്കിന്റെ റൂട്ട് മീം ലാം കാഫ്, രണ്ട് വാക്കിന്റെയും റൂട്ട് മീം ലാം കാഫ് ആണ്. മാലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഓൺ ചെയ്യുന്ന, ഉടമസ്ഥത ഉണ്ടാകുന്ന ആള്. മുൽക്കിന്റെ ഉടമസ്ഥതയുള്ള ആള്. അള്ളാഹുവെ നീയാണ് എന്ത് മാലിക്കൽ മുൽക്ക്. എന്താണ് ഇവിടെ മുൽക്ക് എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥാക്കുന്നത്? മുൽക്കിന് രണ്ടർത്ഥങ്ങളാണുള്ളത്. ഒന്ന് കിങ്ഡം, അതായത് രാജാധികാരം, രാജ്യം എന്ന് പറയില്ലേ, നമുക്ക് ഒരു അധീനതയിലുള്ള ഒരു പ്രദേശം. എന്തെങ്കിലും ഒരു കാര്യം, അങ്ങനെയുള്ള ഒരു സംഭവത്തിനെ ഓൺ ചെയ്യുക, പൊസസ് ചെയ്യുക, ഉടമസ്ഥതയിലായിരിക്കാം. എന്തെങ്കിലും ഒന്നിന്റെ ഉടമസ്ഥത ഉണ്ടായിരിക്കാം. അത് ആണ് മുൽക്കിന്റെ ഒരു അർത്ഥം. ഇപ്പം ഒരു രാജാവുണ്ട്, രാജാവിന്റെ മുൽക്ക് എന്തായിരിക്കും? അയാൾ ഭരിക്കുന്ന ഒരു രാജ്യം അല്ലെ. ഒരു ചക്രവർത്തിയാണെങ്കിൽ അയാൾ ഭരിക്കുന്ന സാമ്രാജ്യം, അത് ചിലപ്പോൾ കുറേ രാജ്യങ്ങൾ ചേർന്നതായിരിക്കും അല്ലെ ചക്രവർത്തി ഭരിക്കുന്നത്. അപ്പം അയാളുടെ കീഴിലുള്ള, അയാളുടെ ഉടമസ്ഥതയിലുള്ള കാര്യത്തിനാണ്, അല്ലെങ്കിൽ അയാൾ പൊസസ് ചെയ്യുന്ന, ഓൺ ചെയ്യുന്ന കാര്യത്തിനാണ് മുൽക്ക് എന്ന് പറയുന്നത്. മുൽക്കിന്റെ രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ആ ഒരു പദവി. അതിപ്പം കിങ്ഷിപ്പ് എന്ന് പറയും. നേരത്തത് കിങ്ഡം. ഓക്കെ, അയാളെ ഓൺ ചെയ്യുന്ന ആ ഒരു സാധനം. ഇത് രണ്ടാമത്തെ അർത്ഥം കിങ്ഷിപ്പ്, അതായത് ആ ഒരു പദവി. അയാള് അത് ഓൺ ചെയ്യുന്നത് കൊണ്ട് അയാൾക്ക് കിട്ടുന്ന ഒരു പദവി ഉണ്ട് അല്ലെ, രാജാവിന് രാജപദം. അതായത് അതിലൂടെ അയാൾക്ക് അതിൽ അധികാരങ്ങളുണ്ട്. അതായത് ചില കാര്യങ്ങൾ ഓൺ ചെയ്യുമ്പം ആ കാര്യത്തിന്റെ മേലെ കിട്ടുന്ന ഒരു അധികാരം. ഓക്കെ, ഓണർഷിപ്പും അതോറിറ്റിയും, ഉടമസ്ഥതയും അധികാരവും. അപ്പം മുൽക്കിന് രണ്ടർത്ഥങ്ങളാണ്. ഒന്ന് കിങ്ഡം, അതായത് എന്തെങ്കിലും ഒന്നിനെ ഓൺ ചെയ്യുക, ഉടമസ്ഥതയിലാവുക എന്നുള്ളത്. രണ്ട് കിങ്ഷിപ്പ്, അതായത് അതോറിറ്റി ഉണ്ടായിരിക്കുക, അധികാരം ഉണ്ടായിരിക്കാം. അപ്പം ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ ഒരു അധികാരം, ഈ ഒരു കൺട്രോള്, ഈ പവർ അല്ലെ, എന്തെങ്കിലും ഒന്നിന്റെ മേലെ ഉണ്ടാകുന്ന പവർ, ഇത് വളരെ കുറച്ചും ആവാം, കുറേ ആവാം. ഓക്കെ, അതായത് എന്തിനെങ്കിലും മേലെയുള്ള ലൈക്ക് അയാൾ ഓൺ ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഒരാൾക്ക് ജസ്റ്റ് ഒരു വീടിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടെങ്കിലും അതും മുൽക്കാണ്. അയാൾക്ക് ഒരുപാട് വീടുകൾ ഉണ്ടെങ്കിലും അതും മുൽക്കാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ രാജാവാണെങ്കിൽ അല്ലെ, അയാൾക്ക് ഇപ്പം ഒരു വീടിന്റെ ഓണർഷിപ്പ് ഉള്ള ആൾക്ക് ആ വീടാണ് അയാളുടെ മുൽക്ക്. എന്നാൽ ഒരു രാജാവിന് ആ രാജ്യമാണ് അയാളുടെ മുൽക്ക്. അല്ലെങ്കിൽ ഒരാൾക്ക് കുറച്ച് സാധനങ്ങൾ അല്ലെ, കുറച്ച് സാധനങ്ങൾ ഓൺ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. കുറേ, ഇപ്പൊ ഒരു കാറ്, രണ്ട് കാർ ഓൺ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. കുറേ കാറുകൾ, 10ഉം 12ഉം 20, 25ഉം കാറുകൾ ഓൺ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും അല്ലെ. ചിലർക്ക് കുറച്ച് പൈസ ഉള്ള ആൾക്കാരും ഉണ്ടാവും. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് അല്ലെ, കോടീശ്വരന്മാർ, ലക്ഷപ്രഭുക്കന്മാർ, അങ്ങനെ ലക്ഷങ്ങളും കോടികളും ഓൺ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പം ഈ മുൽക്ക് എന്ന് പറയുന്നത് കുറച്ചും ആവാം, കുറേയും ആവാം. ഇനി വേറൊരു കാര്യം, ഈ മുൽക്ക് അല്ലെങ്കിൽ ഈ ഒരു അധികാരം എന്ന് പറയുന്നത്, അതായത് ഓണർഷിപ്പ്, അധികാരം എന്ന് പറയുന്നത് ദീനിലും ആവാം, ദുന്യാവിലും ആവാം. ഓക്കെ, അതായത് ഐഹികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മേലെ ആവാം ഈ പറഞ്ഞ അധികാരവും ഓണർഷിപ്പും. നമുക്ക് നമ്മളെ ബുക്കാണ്, നമ്മളെ വീടാണ്. അപ്പൊ നമുക്ക് അതിന്റെ മേലെ ആ ഒരു ഓണർഷിപ്പ് ഉണ്ട്, നമുക്ക് അതിൽ എന്തും ചെയ്യാനുള്ള അധികാരവും ഉണ്ട് അല്ലെ. അതേപോലെ ഒരാൾക്ക് ദീനില് ഇതേപോലെ മുൽക്കുണ്ടാവാം. ഉദാഹരണത്തിന് മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠത അള്ളാഹു കൽപ്പിക്കുക. ഉദാഹരണത്തിന് പ്രവാചകന്മാര് അല്ലെ, അവർക്ക് ദീനിന്റെ കാര്യത്തിൽ ഒരു സുപ്പീരിയോറിറ്റി അവർക്കുണ്ട് മറ്റുള്ളവരെക്കാളും. അപ്പൊ അവിടെ അവർക്ക് മുൽക്കുണ്ട് അല്ലെ, അവർക്ക് ആ ഒരു കാര്യത്തിൽ അവരുടെ അധികാരമുണ്ട്, ഓണർഷിപ്പും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം മുൽക്ക് എന്ന് പറയുമ്പോൾ കിങ്ഡം, അതായത് ആ ഒരു ഉടമസ്ഥതയിലായിരിക്കുക, പ്ലസ് അധികാരം ഉണ്ടായിരിക്കുക. ഓക്കെ, ആൻഡ് ഈ ഒരു അധികാരം അല്ലെങ്കിൽ ഉടമസ്ഥത എന്ന് പറയുന്നത് കുറച്ച് കാര്യത്തിലാവാം, കുറേ കാര്യങ്ങളിലാവാം.
ഈ ഒരു അധികാരം അല്ലെങ്കിൽ ഉടമസ്ഥത എന്ന് പറയുന്നത് ഐഹികമായിട്ടുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ വേൾഡ്ലി ആയിട്ടുള്ള ലൗകികമായിട്ടുള്ള പൊസിഷൻസിലാകാം, അതേപോലെ മതപരമായിട്ടുള്ള കാര്യങ്ങളിലും ആവാം. ഓക്കെ, അപ്പം ഇവിടുത്തെ മാലിക്കൽ മുൽക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല മാലിക്കൽ മുൽക്ക് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥാക്കുന്നത്? അവനാണ് എന്താണ് മുൽക്കിന്റെ ഓണർ എന്നല്ലേ, മാസ്റ്റർ അവനാണ്. പക്ഷെ അവന്റെ മുൽക്ക് എന്ന് പറയുന്നത് എന്താ? ഈ പറഞ്ഞ പോലെ കുറച്ചെന്തെങ്കിലും ആണോ? അല്ല, എല്ലാത്തിന്റെയും അല്ലെ, എന്തൊക്കെ ഓൺ ചെയ്യാൻ പറ്റുമോ, എന്തിൻ്റെയൊക്കെ മേലെ അധികാരം ഉണ്ടാകാൻ പറ്റുമോ, അതിന്റെ എല്ലാത്തിന്റെയും മാലിക്ക, എല്ലാ മുൽക്കിന്റെയും മാലിക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. എന്തൊക്കെയാ ഇതിനകത്ത് ഉൾപ്പെടുന്നത്? പ്രപഞ്ചം മുഴുവനും അല്ലെ, എല്ലാ ആകാശങ്ങളും ഭൂമിയും എല്ലാ സൃഷ്ടികളും സർവചരാചരങ്ങളും, ജീവിച്ചിരിക്കുന്നതും ജീവിച്ചിരിക്കാത്തതും അല്ലെ, എല്ലാത്തിന്റെയും എല്ലാം ഉൾക്കൊള്ളുന്ന മുൽക്കിന്റെ മാലിക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അത് അവനുള്ളതാണ് അല്ലെ, ആകാശങ്ങളും ഭൂമിയും എല്ലാം അവനുള്ളതാണ്, പ്ലസ് അവന്റെ അധികാരത്തിലുള്ളതാണ്. നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെ, ഖുർആനിൽ പറഞ്ഞിട്ട് ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, അവനാണ് ഇതിന്റെ എല്ലാത്തിന്റെയും ആ ഒരു ഡൊമിനിയൻ, ആധിപത്യം, എല്ലാ ആകാശങ്ങളുടെയും ഭൂമിയുടെയും. ഓക്കെ, അതുപോലെ മാലിക്കൽ മുൽക്കിന് ഒരർത്ഥം കൂടെ ഉള്ളത് മാലിക് ഓഫ് മുലൂക്ക്. ഓക്കെ, മുലൂക്കിന്റെയും മാലിക്കാണ് അവൻ. എന്താണ് മുലൂക്ക്? എല്ലാ രാജാക്കന്മാരുടെയും അധികാരിയാണ് അവൻ അല്ലെ. ഇപ്പൊ ഭൂമിയില് അധികാരമുള്ള അല്ലെങ്കിൽ ഓണർഷിപ്പ് ഉള്ള കുറെ ആൾക്കാരുണ്ടാവും. നമ്മളൊക്കെയും എന്തിലൊക്കെയോ നമുക്ക് ഉടമസ്ഥതയും അധികാരവും ഉണ്ട് അല്ലെ. ഒരു പക്ഷെ നമ്മുടെ വീട്ടിലായിരിക്കാം, നമ്മുടെ കുടുംബങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓൺ ചെയ്യുന്ന നമ്മുടെ സ്വത്ത് അല്ലെ, പ്രോപ്പർട്ടീസിലായിരിക്കാം. അതിലൊക്കെ നമുക്ക് ചെറിയൊരു ഓണർഷിപ്പും ഉണ്ട്, നമുക്ക് അധികാരമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ ഓരോ മാലിക്കുകളുടെയും അല്ലെങ്കിൽ ഓരോ മാലിക്കുകളുടെയും മാലിക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെ. അപ്പം ഭൂമിയില് അധികാരമുള്ള ഓണർഷിപ്പ് ഉള്ള ഏതൊരു വ്യക്തിയുടെയും, ഏത് രാജാവിന്റെയും, ഏതൊരാളുടെയും എന്താണ് മാലിക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. സോ എല്ലാത്തിന്റെയും മേലെയാണ് അള്ളാഹു. പല ലെയറുകളായിട്ട് ഇതിനെ നമ്മൾ മനസ്സിലാക്കാനുണ്ട് അല്ലെ. ചിന്തിക്കുമ്പോൾ കുറെ ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ ലോകത്തുള്ള എല്ലാ രാജാക്കന്മാരും, എല്ലാ ലീഡേഴ്സും, ഒരാളുടെ മേലെ അധികാരമുള്ള ഏതൊരു അതോറിറ്റി ഉള്ള ആളും അല്ലെ, അയാൾ പ്രോസസ് ചെയ്യുന്ന എന്തൊരു സാധനവും സുബ്ഹാനല്ലാഹ് അതൊക്കെയും എന്താവും? ഒരിക്കലും അവസാനിക്കും. അവരുടെ അധികാരം ഒരിക്കലും അവസാനിക്കും, അല്ലെങ്കിൽ അവരില്ലാണ്ടായി തീരും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടേം അല്ലെ, ഇന്ന ആൾ അധികാരത്തിലുള്ള ഒരു ടേം നമ്മളെപ്പോഴും ഇത്ര ഡേറ്റ് മുതൽ ഇത്ര ഡേറ്റ് വരെ എന്നാ പറയാ. എന്തൊരു അധികാരമാണെങ്കിലും അല്ലെ, എന്തൊരു റോൾ ആണെങ്കിലും, എന്തൊരു പവർ പൊസിഷൻ ആണെങ്കിലും അതിനൊരു ഡേറ്റ് ഉണ്ട്, എക്സ്പയറി ഡേറ്റ് ഉണ്ട് അല്ലെ. ആണല്ല, ഒരു രാജാവായിക്കോട്ടെ, ഒരു മന്ത്രി ആയിക്കോട്ടെ അല്ലെ, പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, പ്രസിഡന്റ് ആയിക്കോട്ടെ, അവർക്കൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. കുറച്ച് 2 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം, അത് കഴിയുമ്പോൾ അത് അങ്ങോട്ട് പോകും അല്ലെ. അപ്പോഴും ആരാണ് മാലിക്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകുന്ന ഒരു സമയമുണ്ട്, അന്നും ആരാണ് മാലിക്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, സൂറത്ത് ഫുർഖാനില് 26-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അൽ മുൽക്കു യൗമ ഇദിനിൽ ഹഖ്ഖു ലിർറഹ്മാൻ, അന്ന് യഥാർത്ഥ ആധിപത്യം പരമകാരുണികനായിരിക്കും. അന്നെന്ന് പറയുന്നത് യൗമുൽ ഖിയാമയിൽ അല്ലെ. അന്നത്തെ ട്രൂ മുൽക്ക്, യഥാർത്ഥ ആധിപത്യം ആർക്കാണ്? അള്ളാഹ് റഹ്മാനായ റബ്ബിനാണ്, മാലിക്കി യൗമിദ്ദീൻ ആയ റബ്ബിനാണ് അല്ലെ. അപ്പം ഖുലില്ലാഹുമ്മ, ഇപ്പൊ ആ ഒരു മാലിക്കൽ മുൽക്ക് എന്ന് പറയുന്നതിനെ ശരിക്കും മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലെ? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് എന്ന് പറയുമ്പം എന്താണ് അതിന്റെ ഒരു പവർ? എന്തിന്റെയൊക്കെ മേലെയാണ് ആ അള്ളാഹുവിന്റെ മാലിക്കൽ മുൽക്ക് എന്ന് പറയുന്ന ഒരു സംഭവം കിടക്കുന്നത് എന്നല്ലേ. എല്ലാത്തിന്റെയും പരമാധികാരിയാണ് അള്ളാഹു. എല്ലാ രാജ്യങ്ങളുടെയും എല്ലാ സാമ്രാജ്യങ്ങളുടെയും മേലെയാണ് അള്ളാഹു സുബ്ഹാനല്ലാഹ്. പറയാണ് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, എന്താണ്? തുത്തിൽ മുൽക്ക് മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് നൽകുന്നു? മുൽക്ക് നൽകുന്നു അല്ലെ. നിന്റെ സൃഷ്ടികളിൽ നിന്ന് നീ ആർക്കാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് നീ മുൽക്ക് നൽകുന്ന. സുബ്ഹാനല്ലാഹ്, മുൽക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ഉടമസ്ഥതയാണ് അല്ലെ, അതോറിറ്റിയാണ്, അധികാരമാണ്. അത് ദീനിലാവാം ദുനിയാവിലാവാം, കുറച്ചാവാം കുറേ ആവാം അല്ലെ. നമ്മളിപ്പോ ഒരു ഫോൺ നമ്മൾ ഓൺ ചെയ്യുന്നുണ്ടെങ്കിലും അതൊരു തരം മുൽക്കാണ് അല്ലെ. അതാരാ തരുന്നത്? അള്ളാണ് അല്ലെ തരുന്നത്. അപ്പം ഈ പറഞ്ഞ മുൽക്ക് തരാനുള്ള അധികാരം ആർക്കാണ്?
അള്ളാഹ്ക്ക്. അപ്പൊ അള്ളാഹ്ക്ക് ജസ്റ്റ് അള്ളാഹ് മുൽക്ക് ഓൺ ചെയ്യാന്ന് മാത്രമല്ല, അതായത് അള്ളാഹുവിന് എല്ലാത്തിന്റെയും മേലെ ഓണർഷിപ്പും അധികാരം ഉണ്ടെന്ന് മാത്രമല്ല, അത് കൊടുക്കാനുള്ള അധികാരവും അവന് മാത്രമേ ഉള്ളൂ അല്ലെ. തുത്തിൽ മുൽക്ക് മൻതശ, അവനാണ് എല്ലാവർക്കും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കൊടുക്കുന്നത്, അതിന്റെ ഓണർഷിപ്പ് കൊടുക്കുന്നത്, അതിന്റെ അധികാരം കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ചില സമയത്ത് നമ്മൾ തന്നെ ചില ഉദാഹരണങ്ങൾ കാണാറുണ്ട് അല്ലെ. അയാൾക്ക് അതൊക്കെ അയാളുടെ പേരിലാണെന്നേ ഉള്ളൂ, അയാൾ വെറും ഡമ്മിയാണ്, അധികാരം ഉണ്ടാവില്ല അല്ലെ. വേറെ ആർക്കെങ്കിലും ആയിരിക്കും ആ കാര്യങ്ങളിലൊക്കെ ഉള്ള അധികാരം. അതേപോലെ തിരിച്ച് ഓണർഷിപ്പ് ഇല്ലാത്തവർക്ക് അധികാരമുള്ള കേസുകളും നമ്മൾ കാണാറുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ കൊടുക്കുന്നത് ആരാ? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. എന്ത് ഓണർഷിപ്പ് ആണെങ്കിലും, അതൊരു സ്വത്തായിക്കോട്ടെ, വേറെ എന്തെങ്കിലും രീതിയിലുള്ള അധികാരം ആയിക്കോട്ടെ, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഏത് രൂപത്തിലായിക്കോട്ടെ, അതെല്ലാം കൊടുക്കുന്നത് അള്ളാഹാണ്. കാരണം അള്ളയാണ് ഇതിന്റെയൊക്കെ മാസ്റ്റർ, അള്ളയാണ് ഇതിന്റെയൊക്കെ ഓണർ. സുബ്ഹാനല്ലാഹ്. അപ്പൊ തൂത്തിൽ മുൽക്ക് മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇത് കൊടുക്കുന്നു. എന്താണ് ഈ ഒരു ആയത്തിന്റെ കോണ്ടെക്സ്റ്റ്? എപ്പോഴാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയ സമയത്ത് കുറെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. പക്ഷെ അവിടെ സ്വീകരിക്കാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അല്ലെ. ആരാണ്? പ്രത്യേകിച്ച് ബനു ഇസ്രായേൽ. എന്തുകൊണ്ടാ? നമ്മൾ മുമ്പേ കണ്ടു അല്ലെ. ബഗ്യ, അവരുടെ സൂയ, ജലസി. അവര് ഞാനാണോ നിങ്ങളാണോ അല്ലെ വലുത് എന്നുള്ള പോലെ, നമ്മളാണ് ബെറ്റർ എന്നുള്ള ആ ഒരു സംഭവം. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു ശ്രേഷ്ഠത അല്ലെ, അവരാണ് അതുവരെയുള്ള റിലീജിയസ് സുപ്രീമസി അവർക്കാണ്. ദീനിന്റെ കാര്യത്തിലെ പരമാധികാരം അവരാണ് അല്ലെ. ദീനിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ഇൽമുള്ള ആൾക്കാർ അവരാണ്. അപ്പൊ ഇങ്ങനെ ഒരാളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പവർ ഉണ്ടല്ലോ, അതങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകും അല്ലെ. ഇതുവരെയുള്ള ദുന്യാവിന്റെ തന്നെ അതുവരെയുള്ള റിലീജിയസ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ മതപരമായിട്ടുള്ള എന്താ പറയാ ശ്രേഷ്ഠത, ഔന്നത്യം അല്ലെങ്കിൽ അധികാരം അവരെ കയ്യിലാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് തടഞ്ഞത്. അവരെ കിതാബിലേക്ക്, ഗ്രന്ഥത്തിലേക്ക്, ഖുർആനിലേക്ക് വിളിച്ചപ്പം അവരും മറുപടി കൊടുത്തില്ല, അവർ റെസ്പോണ്ട് ചെയ്തില്ല, അവർ പോയില്ല, അവർ കീഴൊതുങ്ങിയില്ല. എന്തുകൊണ്ടാ? അവരെ ഈ ഒരു അധികാരം, ഈ ഒരു ഓണർഷിപ്പ് നഷ്ടപ്പെടുവോ എന്നുള്ള പേടിയാ അല്ലെ. ഇന്നും പലരും ഖുർആനിലേക്ക് അടുക്കാനുള്ള പലരുടെയും പേടി എന്തുകൊണ്ടാ? എല്ലാവർക്കും അറിയാം ഖുർആനാണ് ശരി, ഖുർആനനുസരിച്ചാ ജീവിക്കണമെന്നൊക്കെ അറിയാം. പക്ഷെ പലരും അതിലേക്ക് അടുത്തിട്ടും അങ്ങോട്ട് അടുക്കാത്തത് എന്താ? ഈ ദുനിയാവിലെ അവരുടെ ആ ഒരു ഷെയർ നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് അല്ലെ. പലിശയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും അമർത്തി പഠിച്ചാൽ ചിലപ്പോൾ ഞാൻ ഈ താമസിക്കുന്ന വീട് തന്നെ എനിക്ക് നഷ്ടമായേക്കാം എന്നുള്ള ഭയം കൊണ്ട് അല്ലെ. അത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം എൻ്റെ ഈ ഒരു പേരും പ്രശസ്തിയും ഇൻഫ്ലുവൻസും ഒക്കെ നഷ്ടമായി പോകുന്നുള്ള പേടിയുണ്ട് അല്ലെ. ആൾക്കാർക്ക് ഇപ്പം എന്നെ ഇഷ്ടം ഞാനിപ്പോ എങ്ങനെ ഇരിക്കുന്നോ അതുകൊണ്ടാണ്, എന്നെ കാണാൻ എന്താണോ ഇപ്പോഴത്തെ ലുക്ക് അതുകൊണ്ടാണ് എൻ്റെ ചുറ്റുപാടും ആൾക്കാരുള്ളത്, എനിക്കൊരു പറ്റം ആൾക്കാരെ എന്നെ സപ്പോർട്ടിനുള്ളത്. അപ്പൊ ഇതൊക്കെ നിർത്തിയിട്ട് ഇപ്പൊ ഖുർആൻ പറഞ്ഞ വഴിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആൾക്കാരുണ്ടാവില്ല അല്ലെ. എനിക്ക് ആ ഒരു ഫെയിം നഷ്ടപ്പെടും, ആ ഒരു പ്രശസ്തി നഷ്ടപ്പെടും, ആളുകളുടെ ഇടയിലുള്ള ഒരു അംഗീകാരം നഷ്ടപ്പെടും, എന്റെ കൂട്ടങ്ങൾ നഷ്ടപ്പെടും എന്നുള്ള പേടി. സുബ്ഹാനല്ലാഹ്. ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്തൊക്കെ ചിലപ്പം ഇസ്ലാമികമായിട്ടുള്ള വസ്ത്രം ധരിക്കാനൊക്കെ പറഞ്ഞു കഴിയുമ്പം അവരുടെ ഉള്ളിൽ അത് ഭയങ്കര പ്രയാസമാവുന്നത് എന്തുകൊണ്ടാ? അവരുടെ ഉള്ളിൽ ഒരു ഫിയർ ആണ്. എന്തുകൊണ്ട്? അവർക്ക് ആ ഒരു സർക്കിള് നഷ്ടപ്പെടും അല്ലെ. അവരുടെ ഫ്രണ്ട്സിന്റെ സർക്കിള് നഷ്ടപ്പെട്ടു പോയേക്കാം. ഇപ്പം അവരെങ്ങനെ ഡ്രസ് ചെയ്ത് അല്ലെ മേക്കപ്പ് ചെയ്ത് പോകുന്നോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പറഞ്ഞ പോലെ മൂടിപ്പൊച്ചൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. എനിക്ക് ആൾക്കാരെ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും, ഞാൻ എങ്ങനെ ആൾക്കാരെ മുന്നിൽ പോവും എന്നുള്ള ആ ഒരു സംഭവം. അപ്പൊ നമ്മളൊക്കെ തന്നെയും ഒരു പക്ഷേ ആദ്യമായിട്ട് ഇതൊക്കെ നമ്മൾ ഇസ്ലാമികമായ ഒരു വസ്ത്രം ധരിക്കുന്നതിലേക്ക്, ഹിജാബോ നിഖാബോ എന്ത് വസ്ത്രത്തിലേക്ക് നമ്മൾ വരുന്ന ആ ഒരു സമയത്ത് ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫീലിംഗ് എന്തായിരുന്നു? അത് ആയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എത്ര ധൈര്യമുള്ളവന്റെ ഉള്ളിൽ അല്ലെ ആൾക്കാരെന്താ വിചാരിക്കുക, അവരെന്താ പറയാ അല്ലെ. നമ്മളൊക്കെയും ഇത് ഫേസ് ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമ്മളെ പലപ്പോഴും സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതും ഇതൊക്കെയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് പറഞ്ഞത് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതും എന്താണ്? ആളുകളെ പേടി അല്ലെ. ആളുകളെ പ്ലീസ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് നമ്മളെ ഇഷ്ടം ഉണ്ടാവില്ല, എൻ്റെ ഈ ഇൻഫ്ലുവൻസ് നഷ്ടപ്പെടും, എൻ്റെ ഈ ഫ്രണ്ട്സ് നഷ്ടപ്പെടും, എനിക്ക് ഞാൻ എങ്ങനെയാണോ ആൾക്കാരുടെ ഇടയിൽ എനിക്കൊരു പ്രാമുഖ്യം ഉള്ളത് അല്ലെങ്കിൽ ഒരു പ്രശസ്തി ഉള്ളത് അത് അങ്ങോട്ട് നഷ്ടപ്പെടും. പക്ഷെ അള്ളാഹ് എന്താ പറയുന്നത്? അവനാണ് മാലിക്കുൽ മൽക്ക്, അവനാണ് എല്ലാവർക്കും മുൽക്ക് നൽകുന്നത്. അപ്പം ദുനിയാവ് നഷ്ടപ്പെടുന്ന വിചാരിച്ച് അതിനെ ഭയന്ന് ഒരിക്കലും അള്ളാഹുവിനെ അനുസരിക്കുന്നത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്.
ബനു ഇസ്രായേലിനെ സ്റ്റോപ്പ് ചെയ്തത് ഈ ഒരു കാര്യമാണ്. ഈവൻ മക്കയിലുള്ള മുശ്രിക്കുകളെയും സ്റ്റോപ്പ് ചെയ്തത് ഇതാണ്. കാരണം മക്കയിലുള്ള ആളുകള് ഖുറൈശികള് അവർക്ക് അതുവരെ ഭയങ്കര സുപ്പീരിയോറിറ്റി ആയിരുന്നു. അവര് മറ്റെല്ലാ ഗോത്രങ്ങളെക്കാളും ശ്രേഷ്ഠരായിരുന്നു അവരല്ലേ. ആളുകൾ ഹജ്ജിന് വരുമ്പം അവർക്കായിരുന്നു അവിടെ ആ ഒരു സുപ്രീമസി, ആ ഒരു സുപ്പീരിയോറിറ്റി ഉണ്ടായിരുന്നത്. അപ്പം ഇത് ചിലപ്പം നഷ്ടപ്പെട്ടേക്കുമോ എന്നുള്ള ഭയം. ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാല് അല്ലെ ആളുകള് നമ്മളെ ഈ ഒരു അധികാരത്തിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ ലീഡർഷിപ്പ് നഷ്ടപ്പെട്ടിട്ട് വേറെ ആർക്കെങ്കിലും കിട്ടുമോ എന്നുള്ള ഭയം. അപ്പം അള്ളാഹു എന്താണ്? മാലിക്കുൽ മുൽക്കാണ്. തുത്തിൽ മുൽക്കു മൻ തശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അവന് മുൽക്ക് നൽകുന്നത്. വതൻസിഉൽ മുൽക്ക്, അവൻ എടുത്തു കളയുന്നുണ്ട് എന്ത്? മുൽക്ക്. മിമ്മൻ തശാ, അവൻ ഉദ്ദേശിച്ചവരിൽ നിന്ന്. ഓക്കെ, അപ്പം അവൻ ഉദ്ദേശിച്ചവർക്ക് കൊടുക്കുന്നുണ്ട്, ഉദ്ദേശിച്ചവരിൽ നിന്ന് അവൻ എടുത്തു കളയുന്നുണ്ട്. തൻസിഉ നസഅ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. നസഅ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ വലിച്ചെടുത്ത് കളയുക. ഓക്കെ, പറിച്ചെടുത്ത് കളയാന്നുള്ള പോലെ. കാരണം ആരും അവന്റെ കയ്യിലുള്ള മുൽക്ക് കൊടുക്കാൻ തയ്യാറുണ്ടാവില്ല അല്ലെ. നമ്മളുടെ ഓണർഷിപ്പിലുള്ള നമുക്ക് ആ ഒരു അധികാരവും ഉടമസ്ഥതയൊക്കെ തരുന്ന എന്തൊന്നാണോ അല്ലെ, അത് നമ്മളുടെ പ്രോപ്പർട്ടി ആവാം, നമ്മൾക്ക് വേറെ എന്തെങ്കിലും പവർ ആവാം, എന്തൊരു കാര്യമാണെങ്കിലും അതാരും ഇങ്ങനെ വെറുതെ അങ്ങോട്ട് കളയാൻ തയ്യാറാവില്ല അല്ലെ. അപ്പൊ തൻസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിച്ചെടുത്ത് കളയാ, പറിച്ചെടുത്ത് കളയാ എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള ഒരു വാക്കാണ്. മുൽക്ക് എന്ന് പറയുന്നത് എന്തെന്നെ ആയിക്കോട്ടെ, ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് മണി ആയിക്കോട്ടെ, ഇനി അല്ലെ നമ്മളെ പൊസിഷനിലുള്ള എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലും ഫുഡ് ആയിക്കോട്ടെ, പാത്രങ്ങളായിക്കോട്ടെ, എന്തൊരു കാര്യമാണെങ്കിലും അത് നമ്മളിൽ നിന്ന് എടുത്ത് വലിച്ചു കളയണം. തൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ അത് പുൾ അവേ ചെയ്യണം, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അത് എടുത്തു കളയാണ്. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഇതും വളരെ ശരിയാണ് അല്ലെ. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട് ഇന്ന ആള് ഇന്ന അധികാരത്തിൽ നിന്ന് മാറി പകരം വേറെ ആള് വന്നു അല്ലെ. ഈ ലീഡർ മാറി വേറെ ആള് വന്നു, ആ ഒരു ബിസിനസിന്റെ സാമ്രാജ്യം ഇയാളിൽ നിന്ന് വേറൊരാളിലേക്ക് പോയി അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചുറ്റുപാടും ഈ ഒരു ചേഞ്ച് നമ്മൾ ഡെയിലി കേട്ടോണ്ടിരിക്കുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലും തരത്തില് ഈ അധികാരങ്ങളും ഉടമസ്ഥതകളും മാറിക്കൊണ്ടേയിരിക്കുകയാണ്. തുത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ അത് എടുത്തു കളയാണ്. റിയാലിറ്റി എന്താണ്? യഥാർത്ഥ മുൽക്ക്, യഥാർത്ഥ ഓണർഷിപ്പ്, ഉടമസ്ഥത, യഥാർത്ഥ അധികാരം, അതോറിറ്റി ആർക്കാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് മാത്രമാണ് അല്ലെ. ഭൂമിയിലുള്ള എല്ലാവരും ഒരു ദിവസം അല്ലെ, അത് മരിക്കുമ്പോഴാവാം അതിന്റെ മുമ്പേ ആവാം, അവരുടെ മുൽക്ക് വിട്ടേച്ചു പോകും. സുബ്ഹാനല്ലാഹ് അല്ലെ. നഷ്ടപ്പെടുന്നുണ്ട്, ഇപ്പൊ ഈവൻ സ്വത്തുക്കൾ പോലും നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അവർക്ക് ആ ഒരു അധികാരം അല്ലെങ്കിൽ ഈ ഒരു മുൽക്ക് അവരുടെ കബറിലേക്ക് ആർക്കും കൊണ്ടുപോകാൻ പറ്റൂല അല്ലെ. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല ഇപ്പോ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള മുൽക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ഓർക്കേണ്ടത്? നമ്മൾ അതിന്റെ പേരിൽ അഹങ്കാരികളാവരുത്. അതുപയോഗിച്ച് അവന് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാം. കാരണം പലപ്പോഴും മുൽക്ക് വരുമ്പം അത് നമ്മളെ വിഡ്ഢികളാക്കി കളയും അല്ലെ. അത് എന്ത് തരത്തിലുള്ള മുൽക്കായിക്കോട്ടെ അല്ലെ, അതൊരു എൽമാവുന്ന മുൽക്കാണെങ്കിൽ പോലും നമ്മളെ വിഡ്ഢികളാക്കി കളയും, നമ്മളെ ചതിച്ച് കളയും. ഓ, എനിക്ക് കുറേ ഉണ്ട്, ഞാൻ ഭയങ്കര സംഭവമാണ് അല്ലെ, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ ഇതിന്റെ ആ ഒരു സുഖം ഒന്ന് എൻജോയ് ചെയ്യട്ടെ, എനിക്ക് തോന്നിയ പോലെ ഞാൻ ചെയ്യട്ടെ. പക്ഷെ നമുക്ക് മറന്നു പോവും, ഇതിപ്പോ ഇന്ന് നമ്മളെ കയ്യിലുണ്ട്, എപ്പോ വേണമെങ്കിലും ഇത് നമ്മളിൽ നിന്ന് എടുത്തു കളയപ്പെടാം, എപ്പോ വേണമെങ്കിലും അത് എടുത്തു കളയപ്പെടാം. അള്ളാഹ് തന്നത് കൊണ്ട് മാത്രമാണ് ഇത് നമ്മളുടെ കയ്യിലുള്ളത്, എന്തൊരു കാര്യമാണെങ്കിലും. അപ്പം ഇത് കയ്യിലുള്ളപ്പം ഇത് ഉപയോഗിച്ച് ഞാൻ എൻ്റെ റബ്ബിനെ അതൃപ്തി സമ്പാദിക്കരുത്. ബനു ഇസ്രായേലിലേക്ക് നോക്കിയാൽ അവർക്ക് മുൽക്കുണ്ടായിരുന്നു, അവരതിന്റെ ഹക്ക് കൊടുത്തില്ല. എന്താ സംഭവിച്ചത്? അവരിൽ നിന്ന് അത് എടുത്തു കളഞ്ഞു അല്ലെ. അവരിൽ നിന്ന് ആ ഒരു മതപരമായ ലീഡർഷിപ്പ് അവരുടെ കയ്യിലുണ്ടായിരുന്നു, അത് അവരിൽ നിന്ന് എടുത്തു കളഞ്ഞു. യാക്കൂബ് അലൈഹി ഇസ്ലാമിന് ശേഷമുള്ള എല്ലാ പ്രവാചകന്മാരും അല്ലെ ബനു ഇസ്രായേലിൽ നിന്നുള്ളവരായിരുന്നു. പക്ഷെ അവര് എന്താണ് അതിന്റെ ഹക്ക് കൊടുത്തില്ല, അവര് പ്രവാചകന്മാരെ കൊന്നു കളഞ്ഞു. അവര് അതിന്റെ അഹങ്കാരം കാണിച്ചു, അവരിൽ നിന്ന് അത് അങ്ങ് എടുത്തു കളഞ്ഞു. പകരം നിരക്ഷരരായ ഒരു കൂട്ടം അല്ലെ, നിസ്സാരരായിട്ട് അവർ കണക്കാക്കിയ ഒരു കൂട്ടം ആളുകളിലേക്ക് കൊടുത്തു. ഇതൊക്കെ നമുക്കും സംഭവിക്കാം. എന്തൊരു കാര്യം അത് പേഴ്സണൽ ലെവലിലും വലിയ 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 സ്കെയിലിലേക്ക് നോക്കിയാൽ അങ്ങനെയും സംഭവിക്കാം. സുബ്ഹാനല്ലാഹ്. നമ്മളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ എത്തിച്ചിട്ട്
ദീനിനെ അത് യഥാർത്ഥമായ രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യാതെ, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താതെ, അത് കൊടുക്കേണ്ടവരിലേക്ക് കൊടുക്കാതെ നമ്മൾ ആ ദീനിനെ സ്വകാര്യ സ്വത്താക്കി വെച്ചിട്ട് ഞാൻ സംഭവമാണെന്ന് വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ നാളെ അത് നമ്മളിൽ നിന്ന് അള്ളാഹ് എടുത്തു കളയാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. സുബ്ഹാനല്ലാഹ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിക്കും ഇന്നത്തെ സമൂഹ യുവതലമുറയ്ക്ക് വരുന്ന മാറ്റം പോലും ഒരുപക്ഷെ നമ്മളുടെ സമൂഹം ശരിക്കും ദീനിനെ ഹാൻഡിൽ ചെയ്യേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യാത്തതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന ശിക്ഷയാവും. അള്ളാഹു കാക്കട്ടെ, ആമീൻ. ഇപ്പം നമ്മളിലേക്ക് അറിവ് എത്തുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങൾ മാറ്റുകയും ജീവിതം കൊണ്ട് ദഅവയാവുകയും മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത്, അത് നമുക്ക് അള്ളാഹു എന്താണോ എത്തിച്ചു തന്നത് അതുകൊണ്ട് അവനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ബനു ഇസ്രായേലിന് കൊടുത്തിരുന്നത് അവർ വേണ്ട രീതിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതെടുത്ത് ബനു ഇസ്മായിലിന് കൊടുത്തു. അവര് നിസ്സാരരായിട്ട് കണ്ട ആൾക്കാരുടെ അടുത്തേക്ക് അള്ളാഹു എടുത്തു കൊടുത്തു. തുത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. അല്ലെ, നമ്മൾ ഒരു ജനാസ ക്യാരി ചെയ്യുമ്പോൾ, ഒരു ഖബറടക്കത്തിന് പോകുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവണം, നാളെ ഞാനും ഇതുപോലെ ക്യാരി ചെയ്യപ്പെടും, ഞാനും ഇതുപോലെ അല്ലെ ഖബറടക്കപ്പെടും. നമ്മളതിൽ എന്തെങ്കിലും അധികാരങ്ങൾ ആൾക്കാർ തന്നിട്ടുണ്ടെങ്കിൽ, നമ്മളതിൽ ആരുടെങ്കിലും എന്തെങ്കിലും വസ്തുക്കൾ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കൽ നമ്മളിൽ നിന്ന് എടുക്കപ്പെടും. അല്ലെ, ഈ അധികാരം ഒരിക്കൽ നമ്മളിൽ നിന്ന് എടുക്കപ്പെടും, ഈ ലീഡർഷിപ്പ് ഒരിക്കൽ നമ്മളിൽ നിന്ന് എടുക്കപ്പെടും എന്ന് നമുക്ക് മനസ്സിലാവണം. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഗെറ്റ് ലോസ്റ്റ് ആയിട്ട് മറന്നിട്ട് അഹങ്കാരികളും വിഡ്ഢികളുമായി മാറരുത്. ഓക്കെ, ഇതെന്നും എൻ്റെ അടുത്ത് ഉണ്ടാവും, ഇത് ഞാനെന്തോ വരുമ്പോ കൊണ്ടുവന്നതാന്നുള്ള ചിന്ത നമുക്ക് പാടില്ല. അള്ളാഹ് തരാനും പറ്റും, അള്ളാഹ് പറിച്ചെടുക്കാനും പറ്റും. വെറുതെ നൈസായിട്ട് എടുത്ത് കൊണ്ടുപോകല്ല, അള്ളാഹ് പറിച്ചെടുത്ത് കൊണ്ടുപോകാനും പറ്റും. സുബ്ഹാനല്ലാഹ്. അല്ലെ, ഒരു ചെറിയ ഉത്തരവാദിത്തം പോലും, ഒരു ചെറിയ അതോറിറ്റി പോലും നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ നമ്മളെ വിചാരം? ഭയങ്കര അഹങ്കാരാണ്. അല്ലെ, നമ്മളെ മക്കളെടുത്ത് കാണിക്കുന്നത് പോലും ഈ പറഞ്ഞ അതോറിറ്റിന്റെ അഹങ്കാരാണ്. സുബ്ഹാനല്ലാഹ്. എനിക്ക് എന്തും ചെയ്യാം, എന്റെ അധികാര പരിധിയിലുള്ളതാണെന്നല്ലേ. സുബ്ഹാനല്ലാഹ്. ഇതിന്ന് എന്റെ കയ്യിലുള്ളത് എന്നേക്കും എന്റെ കയ്യിൽ ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകും. അള്ളാനെ അനുസരിക്കാൻ വേണ്ടിയിട്ട്, അള്ളാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ തന്ന ഒരു ടൂളാണ് ഈ ഓരോ കാര്യങ്ങൾ. ഓരോന്നും അള്ളാഹ് തന്ന ഒരു ടൂളാണ്, ഒരു മീൻസ് ആണെന്ന് നമ്മൾ മറന്നു പോകും. കൂടുതൽ ഇതിനെ ഉപയോഗിച്ച് എങ്ങനെ അള്ളാനെ അനുസരിക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം, ഇത് എന്റേതാണ്, ഞാൻ കൊണ്ടുവന്നതാണ്, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് വെച്ച് എന്തും നിങ്ങൾ ഓരോരുത്തരും അവനവന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ചിന്തിച്ചു നോക്കാം. എന്തൊന്നും നമുക്കുണ്ടെങ്കിലും, എന്തൊരു സാധനം പ്ലസ് എക്സ്ട്രാ നമുക്കുണ്ടെങ്കിലും അത് ഉപയോഗിച്ച് എങ്ങനെ അള്ളാഹ്ക്ക് കൂടുതൽ അനുസരണ കാണിക്കാതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നേരെ തിരിച്ചാണ്. അല്ലെ, സുബ്ഹാനല്ലാഹ്. എപ്പോഴും സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ ഒരുപക്ഷെ മൊബൈൽ ഫോൺ കൊണ്ട് ശരിക്കും ദീൻ മാത്രം ചെയ്യാന്നൊക്കെ അവകാശപ്പെടുന്ന ആൾക്കാരായിരിക്കും. അല്ലെ, പക്ഷെ നമ്മളുടെയൊക്കെ ഓരോ ദിവസത്തിലെയും ഏറ്റവും കൂടുതൽ സമയം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന അതേ അനുഗ്രഹം കൊണ്ടായിരിക്കും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അള്ളാഹ് തന്ന ഓരോ മുൽക്കും എനിക്ക് കിട്ടിയ ഒരു ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കുക. ഓരോ മുൽക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ആളുകൾ പോലും അതെനിക്ക് കിട്ടിയ ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അവർക്ക് ദഅവ ചെയ്യാൻ വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ് അവരെ ഉപയോഗിച്ചത് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ നമ്മൾ പലപ്പോഴും അതൊക്കെ മറന്നു പോകുന്ന ആൾക്കാരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അവരൊക്കെ ഖലീഫമാരായപ്പം, അവരെ കയ്യിലൊക്കെ ലീഡർഷിപ്പ് കിട്ടിയപ്പം അവര് അഹങ്കാരികളായി മാറിയതാണോ? അല്ലല്ലേ, അവര് പണ്ടത്തേനേക്കാളും വിനയുള്ള ആൾക്കാരായിട്ട് മാറിയതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന മുൽക്ക് കാരണം അല്ലെ, ആരെങ്കിലും അഹങ്കാരികളായി മാറുമ്പോൾ അത് അള്ളാഹു എടുത്തു കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബനു ഇസ്രായേലിന്റെ ജീവിതത്തിൽ നിന്ന് അത് തെളിവാണ്. അതുകൊണ്ട് അള്ളാഹ് തന്ന മുൽക്കിന്റെ പേരിൽ ആരും ചതിക്കപ്പെട്ടിട്ട് സംഭവമാണെന്ന് വിചാരിച്ചിട്ട് അള്ളാഹിനെ മറന്നിട്ട് ജീവിക്കേണ്ട. സുബ്ഹാനല്ലാഹ്. ഫിർഔന് അള്ളാഹു മുൽക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെ, അതുകൊണ്ട് അവൻ എന്താ വിചാരിച്ചേ? ചതിക്കപ്പെട്ടു. അല്ലെ, ഫൂൾഡായി. ഞാനാണ് റബ്ബ്, അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞു. അള്ളാഹു അത് അവനിൽ നിന്ന് എടുത്തു കളഞ്ഞു, അവനെ തീർത്തു കളഞ്ഞു. മാത്രമല്ല അവരുടെ സംസ്കാരം തന്നെ അള്ളാഹു തീർത്തു കളഞ്ഞു. അല്ലെ, ഇന്ന് ആർക്കും അവർ പണ്ട് എഴുതിയ ഒരു എഴുത്ത് പോലും ഒരാൾക്ക് കിട്ടിയ വായിക്കാനും മനസ്സിലാക്കാനും പോലും പറ്റില്ല. അത്രയ്ക്ക് അവരെ അങ്ങോട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കംപ്ലീറ്റ് ഇല്ലാണ്ടാക്കി, നശിച്ച് നാമാവശേഷമാക്കി. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ വിചാരിക്കും, നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോ എന്തെങ്കിലും നശിച്ചാൽ എന്താന്നല്ലേ. നമ്മളുടെ മക്കളും നമ്മളുടെ വരുന്ന തലമുറകളും നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ റിസൾട്ടിലേക്ക് പെടും. സുബ്ഹാനല്ലാഹ്.
അതുകൊണ്ട് എത്രത്തോളം നമ്മൾ അള്ളാന്റെ തൃപ്തിയിലേ ആവുന്നോ അത്രത്തോളം വരുന്ന തലമുറകൾക്കും അത് പ്രയോജനപ്പെടും. യഥാർത്ഥ മുൽക്ക് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് കാലത്തേക്ക് അള്ളാഹ് തരുന്നുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് നന്ദി കാണിക്കുക. അത് നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കാണിക്കാം. അപ്പം ആ ഒരു പ്രൈഡ്, അഹങ്കാരം എന്ന് പറയുന്നത് വേണ്ട അല്ലെ. നമുക്ക് പലതും നമ്മൾ ഓൺ ചെയ്യുന്നുണ്ടാവും അല്ലെ. വീടും കാറും ബാഗും പെന്നും ഈവൻ ഒരു ഹിജാബ് പിന്നും അതുപോലും നമ്മൾ ഓൺ ചെയ്യുമ്പോൾ എൻ്റെത് ഓളക്കാളും നല്ലതാ, എൻ്റെ വീട് ഓളക്കാളും നല്ലതാ. ആ ചിന്ത വിട്ടിട്ട് എന്തില്ല, ഇത് അള്ളാഹ് എനിക്ക് ഇന്ന് തന്നതാണ്, എപ്പോ വേണമെങ്കിലും എടുക്കാം. ഇത് നമ്മൾ കയ്യിലുള്ളപ്പം ഇത് ഉപയോഗിച്ച് എങ്ങനെ അള്ളാഹ്ക്ക് നന്ദി കാണിക്കാന്ന് ആലോചിക്കുക. മക്കള്, നമ്മളെല്ലാവരും ഒരു പക്ഷെ ഭയങ്കരമായിട്ട് അഭിമാനം കൊള്ളുന്ന ഒരു കാര്യം അല്ലെ. സ്വകാര്യമായിട്ട് എൻ്റെ മക്കള് ഓൾക്കാളും നല്ലതാ. ഈവൻ നമ്മൾ ചെയ്യുന്ന അമലുകള്, ഞാൻ ഭയങ്കര സംഭവമാണ്. ശരിക്കും ഈവൻ ഒരു അമല് പോലും അള്ളാന്റെ ബ്ലെസ്സിങ് അല്ലെ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാന്റെ സഹായം ഇല്ലാണ്ട് ഏത് അമലാ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാം. അപ്പൊ അതിനകത്ത് പോലും നമ്മൾ അഹങ്കരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ അമല് നമുക്ക് ചെയ്യാൻ പറ്റുമ്പോഴും അള്ളാഹ്ക്ക് എത്രത്തോളം നമ്മൾ നന്ദി പറയണം. കാരണം അള്ളാഹ് തന്നതാണ് ആ സമയത്തല്ലേ അത്. സുബ്ഹാനല്ലാഹ്. അപ്പം എന്ത് ചെറിയ ചെറിയ കാര്യമാണെങ്കിലും വലിയ വലിയ കാര്യമാണെങ്കിലും അള്ളാഹ്ക്ക് തരാൻ പറ്റുമെങ്കിൽ അള്ളാഹ്ക്ക് അത് എടുക്കാനും പറ്റും. ഓക്കെ. അപ്പം നമുക്ക് എന്തെന്നെ ഉണ്ടെങ്കിലും നമ്മൾ എന്താണ്, അള്ളാഹിന്റെ ഇബാദാണ് അല്ലെ, അബദുകളാണെന്നുള്ളത് മറന്നു പോവാതിരിക്കുക. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ എന്ത് നൽകുന്നു? ഓണർ അല്ലെ, ആദരവ് തരുന്നു. സുബ്ഹാനല്ലാഹ്. ഇസ്സയിൽ നിന്നാണ് ഇസ്സ, ഐൻസ ഇസായി. ഇസ്സ എന്ന് പറഞ്ഞാല് ഓണർ, ആദരവ്, അന്തസ്, ഡിഗ്നിറ്റി, റെസ്പെക്ട് അല്ലെ, ബഹുമാനം, വാല്യൂ ഒക്കെ വരും. ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ അസീസ് എന്നുള്ള നാമം. അപ്പം ഇസ്സത്ത് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ മനസ്സിലാക്കാം. ഒന്ന്, ഈ പറഞ്ഞ പോലെ വാല്യൂ ഉണ്ടായിരിക്കുക, അന്തസ് ഉണ്ടായിരിക്കുക, ആദരവ്, ബഹുമാനം അതൊക്കെ ഉണ്ടായിരിക്കുക. തുഇസ്സു മൻ തശാ. ഒക്കെ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇസ്സത്തുൽ ഖദ്ർ കൊടുക്കുക. അത് അവർക്ക് അല്ലെ ആ ഒരു പേരും പ്രശസ്തിയും ആദരവും ബഹുമാനവും അന്തസ്സും ഒക്കെ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നൽകുക എന്ന അർത്ഥം. ഇനി അത് ഇസ്സത്തുൽ ഖഹ്റും ആവാം. ഖഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പവർ, സ്വാധീനം, അധികാരം, ശ്രേഷ്ഠത, അതും വരാം. മറ്റേത് പ്രശസ്തി, ഫെയിം, ബഹുമാനം എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് ഇസ്സത്തുൽ ഖഹ്ർ എന്ന് ആദ്യം പറഞ്ഞത് ഖദർ, ഇപ്പൊ പറയുന്നത് ഖഹർ. ഓക്കെ. ഖഹർ എന്ന് പറയുമ്പോൾ സ്വാധീനം, അധികാരം എന്നൊക്കെയുള്ള അർത്ഥം, ശ്രേഷ്ഠത. അപ്പൊ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇതുപോലെ ഇസ്സത്തും നൽകുന്ന അല്ലെ. മൻ തശാ. നീ ഉദ്ദേശിക്കുന്നവനെ നീ ഇകഴ്ത്തി കളയുന്നുണ്ട്, നിസ്സാരരാക്കി കളയുന്നുണ്ട്. തുദില് ലാം. ദില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോലി, അതായത് നിസ്സാരരാവുക, താഴ്ന്ന അവസ്ഥയിലാക്കുക. ഇസാൽ എന്ന് പറയുന്നത് ഇസാസിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇസാസ് എന്ന് പറഞ്ഞാല് ഇസ നൽകുക, ഇസാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദില്ല നൽകുക. ഓക്കെ. അപ്പൊ തുദില്ലു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീ നിസ്സാരരാക്കി കളയുക, നീ കുറച്ച് കളയുക, താഴ്ത്തി കളയുക. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു ഇസ്സത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ദില്ല അല്ലെ. ഓണർ, ഡിഗ്നിറ്റി, അന്തസ്, അഭിമാനം, എന്താണ്, ആദരവ്, പവർ, ഇതിന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണ് ദില്ല, ഹ്യൂമിലിയേറ്റ് ചെയ്യുക, അള്ളാഹു നിസ്സാരരാക്കി ഇല്ലാണ്ടാക്കി കളയാ. സുബ്ഹാനല്ലാഹ്. അതേപോലെ തുദിലുക്ക് വേറൊരു അർത്ഥം ഉള്ളത്, ഓൾറെഡി നല്ല ഇസ്സത്ത് ഉണ്ടായിരുന്ന ഒരാളിൽ നിന്ന് അയാളെ താഴോട്ട് കൊണ്ടുവരാന്നുള്ള അർത്ഥമുണ്ട്. ഓക്കെ. ഇസ്സത്ത് ഉണ്ടായിരുന്നു, ഖഹ്ർ ഉണ്ടായിരുന്നു, ഇസ്സത്തുൽ ഖഹ്റും ഖദറും ഉണ്ടായിരുന്ന ഒരാളെ തിരിച്ച് അത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക്, അത് അവരിൽ നിന്ന് എടുത്തു കളയുന്ന രീതിയിലേക്ക് കൊണ്ടുപോവാ. മൻതഷ, നീ ഉദ്ദേശിക്കുന്നവർക്ക്. തുഇസ്സു മൻതഷ അല്ലെ. എങ്ങനെയാ അള്ളാഹു ഇസ്സത്ത് കൊടുക്കുന്നത്? മുൽക്ക് കൊടുത്തുകൊണ്ട്. അള്ളാഹു എങ്ങനെയാ ദില്ല കൊടുക്കുന്നത്? തുദില്ലു മൻതഷ, മുൽക്ക് എടുത്തു കളഞ്ഞുകൊണ്ട്. മുൽക്ക് എന്ന് പറയുമ്പോൾ ഓണർഷിപ്പും വരും, പറഞ്ഞ പോലെ അധികാരവും വരും. ബിയദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ് എല്ലാ ഖൈറും. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെ. കാരണം ഇതൊക്കെ കൊടുക്കാൻ ആരുടെ കയ്യിലുള്ളത്? അള്ളാന്റെ കയ്യിലാണ്. അള്ളാഹ് പവർ കൊടുക്കുന്നു, അള്ളാഹ് സ്ട്രെങ്ത് കൊടുക്കുന്നു, അള്ളാഹ് അധികാരം കൊടുക്കുന്നു. അതൊക്കെ അവന്റെ കയ്യിലാണുള്ളത് അല്ലെ. അതേപോലെ അള്ളാഹ് ഇല്ലാണ്ടാക്കി കളയുന്നു, കുറച്ച് കളയുന്നു, അതും അവന്റെ കയ്യിലാണുള്ളത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു എങ്ങനെയാണ് ഒരാൾക്ക് ഇസ്സത്ത് കൊടുക്കുന്നത്? അവന് ഇൽമ കൊടുത്തുകൊണ്ട്, ഈമാൻ കൊടുത്തുകൊണ്ട് അല്ലെ, സമ്പത്ത് കൊടുത്തുകൊണ്ട്, വെൽത്ത് അല്ലെ, പണം കൊടുത്തുകൊണ്ട്, ആളുകളുടെ ഇടയിൽ റെസ്പെക്ട് കൊടുത്തുകൊണ്ടൊക്കെ അള്ളാഹു ഇസ്സത്ത് കൊടുക്കും. അള്ളാഹു എങ്ങനെയാണ് ദില്ല ഒരാൾക്ക് കൊടുക്കുന്നത്? ഫഖർ അല്ലെ, ദാരിദ്ര്യം കൊടുത്തുകൊണ്ട്, കുഫ്ർ, അവിശ്വാസം കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടാൻ അനുവദിച്ചുകൊണ്ട്. സുബ്ഹാനല്ലാഹ്.
അപ്പം നീ അള്ളാഹു ഇസ്സത്ത് ഒരാൾക്ക് നൽകുന്നത് എപ്പോഴാണ്? അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നവനായി മാറുമ്പോൾ അല്ലെ. ഇല്ല കൊടുക്കുന്നതോ അവൻ അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുന്നവനായിട്ട് മാറുന്നു. അപ്പം നീയാണ് കൊടുക്കുന്നവൻ, നീയാണ് എടുക്കുന്നവൻ. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ കൊടുക്കും, നീ എത്രയാ കൊടുക്കണം എന്ന് വിചാരിക്കുന്നത് നീ കൊടുക്കും, അതേപോലെ നീ എത്രയാ എടുക്കേണ്ടതെന്ന് വിചാരിക്കുമ്പോൾ നീ എടുക്കും. യദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ് എല്ലാ ഖൈറും, എല്ലാ നന്മയും. അത് നിന്നിൽ മാത്രമാണ്, വേറെ ആരുടെ അടുത്തും ഇല്ല അല്ലെ. ഖൈർ എന്ന് പറയുന്നത് അള്ളാന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഇത് ബിയദിക്കൽ ഖൈർ എന്ന് പറയുന്നതിന് പകരം അൽ ഖൈറു ബിയദിക്കെന്നും പറയായിരുന്നു. നന്മ നിന്റെ കയ്യിലാണ് അല്ലെ, ഖൈർ നിന്റെ കയ്യിലാണെന്ന് പറയുന്നു. പകരം അത് ബിയദിക്കൽ ഖൈർ എന്ന് പറയുമ്പോൾ അവിടെ അള്ളാന്റെ സ്പെസിഫൈ ചെയ്യാണ് അല്ലെ, നിന്റെ കയ്യിലാണ് ഖൈർ. ഓക്കെ, അപ്പം യത് ആദ്യം വരുമ്പം അവിടെ കുറച്ചും കൂടെ സ്പെസിഫിക്കേഷൻ ആണ്. നിന്റെ കയ്യിൽ മാത്രമാണ് ഈ പറഞ്ഞ എല്ലാ ഖൈറും ഉള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്, ബിയദിക്കൽ ഖൈർ. ഇവിടെ ഖൈർ എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള നന്മയും പെടും, എല്ലാ തരത്തിലുള്ള ഖൈറും അതിനകത്ത് പെടും. സമ്പത്താവാം, പ്രശസ്തിയാവാം, ഇൽമാവാം, ഈമാനാവാം, ഏത് രീതിയിലുള്ള ഖൈറും പെടും. ഓക്കെ, എല്ലാം. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എന്താണ്, എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അപ്പൊ നമ്മളതിൽ എന്തുണ്ടെങ്കിലും അത് ആരിൽ നിന്നാണ്? അള്ളാഹുവിൽ നിന്ന്. കാരണം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നു. സൂറത്തു നഹ്ലില് 53-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്, നിങ്ങളിൽ അനുഗ്രഹമായി എന്തുണ്ടെങ്കിലും അത് അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു. എല്ലാം അല്ലെ, എല്ലാ ഖൈറും അള്ളാഹുവിന്റെ കൈക്കൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ ബിയദിക്കൽ ഖൈർ എന്ന് പറയുമ്പോൾ എല്ലാ ഖൈറും അള്ളാഹുവിൽ നിന്നാണ്. അപ്പം ഷെറും അള്ളാഹുവിൽ നിന്നല്ലേ? യെസ്, അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. ഖൈറും അള്ളാഹുവിൽ നിന്നാണ്, ഷെറും അള്ളാഹുവിൽ നിന്നാണ്. കാരണം അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഷെറ് പോലും. അള്ളാഹുവിന്റെ ഖദറാണ് അല്ലെ. പക്ഷെ ഒരിക്കലും ഷെറ് നമ്മൾ ഡയറക്ട്ലി ഷെറുകളൊക്കെ അള്ളാഹുവിൽ നിന്നാണെന്ന് ഇവിടെ ഒന്നും അത് പറയുന്നില്ല. എന്തുകൊണ്ടാ? ഒരു കാരണം, അത് അള്ളാഹുവിലേക്ക് ഡയറക്ട്ലി തിന്മകളെ അട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതൊരു തരത്തിൽ അള്ളാഹ്ക്ക് ഡിസ്റെസ്പെക്റ്റ് ആണ്. രണ്ടാമത്തെ കാരണം, അള്ളാഹു തരുന്ന ഒരു തിന്മയും, നമുക്ക് തിന്മയാണെന്ന് തോന്നുന്ന ഒരു തിന്മയും പ്യുവറായിട്ടുള്ള തിന്മകളല്ല. അതിന്റെ ഉള്ളില് ശരിക്കും നന്മകൾ അടങ്ങിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സൃഷ്ടിച്ച എല്ലാത്തിനും നന്മയുള്ളതുപോലെ തിന്മയുണ്ട്, അതേപോലെ തിന്മയുള്ളതുപോലെ നന്മയുണ്ട് അല്ലെ. ഇപ്പൊ പണം, അതുപയോഗിച്ച് നമുക്ക് സദഖ കൊടുക്കാം, ഒരുപാട് പ്രതിഫലം നേടാം. എന്നാൽ അതേ പണം ഉപയോഗിച്ച് നമുക്ക് റിബ ഉണ്ടാക്കാം. സുബ്ഹാനല്ലാഹ്. വ്യത്യസ്ത തരത്തിലുള്ള മൃഗങ്ങൾ അല്ലെ, ഉദാഹരണത്തിന് പാമ്പ്, അതിൽ ഷെറുണ്ട് അല്ലെ, അത് നമ്മളെ കൊത്തും. പക്ഷെ അതേ സമയം ഈ കൊത്ത എന്ന് പറയുന്ന ആ ഒരു സംഭവം പാമ്പിന്റെ, അത് പാമ്പിന് പ്രൊട്ടക്ഷനാണ്, ഹയറാണ് അല്ലെ. അപ്പൊ കംപ്ലീറ്റ്ലി ഷെറായിട്ടുള്ള ഒരു കാര്യവും ദുനിയാവില് ഇല്ല. അള്ളാഹ് സൃഷ്ടിച്ച എല്ലാ കാര്യങ്ങളും, ഈവൻ എല്ലാ സംഭവങ്ങളും, എല്ലാ ഇൻസിഡൻസും അതിനകത്തൊക്കെ ഇല്ലേ, നമ്മളൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷെ ഷെറാണെന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളിലും അതിനകത്തൊരു ഹയറുണ്ട്. നമ്മള് അഖീദയുടെ ഒരു ക്ലാസ്സിൽ ഇത് കുറച്ച് നന്നായി വിശദീകരിച്ചിരുന്ന ഒരു ഹദീസ് വെച്ചിട്ട് ഷോർട്ടാക്കി പറയുകയാണെങ്കിലും, നമ്മളെ ചുറ്റുപാടുമുള്ള നമുക്ക് പ്രയാസം ഉണ്ടാക്കുന്ന ചില ആളുകൾ അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പറ്റം ആളുകളെ നരകത്തിലേക്കാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്ന ഒരു ഹദീസ്. അവരെ എന്തിനാ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ഖൈറുണ്ട്. ഷെയ്ത്താൻ, ഇബ്ലീസിനെ എന്തിനാ സൃഷ്ടിച്ചത്? അതിനകത്തൊരു ഖൈറുണ്ട്. കാരണം ഇവരൊന്നും ഇല്ലെങ്കിൽ ഭൂമിയിൽ ഒരു ടെസ്റ്റും ഉണ്ടാവില്ല അല്ലെ. ഇബ്ലീസിന്റെ വസ്വസ് ഇല്ലാന്നുണ്ടെങ്കിൽ, മറ്റ് മോശപ്പെട്ട ആളുകൾ നമുക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, പിന്നെ ഈ ഭൂമി ഒരുമാതിരി സന്യാസം പോലെ ആയിപ്പോ അല്ലെ, നന്മകൾ മാത്രം നിറഞ്ഞ ലോകമായിപ്പോ. അപ്പൊ നമുക്ക് എവിടെയാ ടെസ്റ്റ്? ഈ ടെസ്റ്റ് പാസ്സായിട്ട് വേണ്ട അവിടെ സ്വർഗത്തിലേക്ക് ചെല്ലാൻ. അതുപോലെ നമ്മൾ ഇബ്ലീസിന്റെ വസ്വസിൽ പെട്ടിട്ട് തിന്മ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുമ്പോൾ നമ്മൾ ആദ്യമുള്ള ലെവലിൽ നിന്ന് വീണ്ടും റബ്ബിലേക്ക് കൂടുതൽ അടുക്കുകയാണ് അല്ലെ. അങ്ങനെ നമ്മൾ തൗബ ചെയ്ത് അള്ളാഹു നമുക്ക് പുറത്തു തരുമ്പം അള്ളാഹുവിന്റെ റഹ്മ, അള്ളാഹുവിന്റെ പൊറുക്കൽ അല്ലെ, അള്ളാഹു അത്തവാബാണ്, ഗഫൂറാണെന്നൊക്കെ പറയുന്ന അള്ളാഹുവിന്റെ ആ ഒരു സിഫത്തുകളൊക്കെ പ്രകടമാകാനുള്ള ഒരു അവസരം കൂടെയാണ് ഇബ്ലീസ്. കാരണം നമ്മൾ ചെയ്യുന്ന തിന്മകൾ ചെയ്തിട്ട് നമ്മൾ തൗബ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങുമ്പോൾ. അപ്പം അള്ളാഹു സൃഷ്ടിച്ചത് ഒന്നും പ്യുവറായിട്ട് എന്താണ്, ഇവൾ ഷെറല്ല, പ്യുവറായിട്ട് തിന്മയല്ല, എല്ലാത്തിലും നന്മ അടങ്ങിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഷെറിന്റെ പിന്നാലെ ഓടുകയാണോ? അല്ല അല്ലെ. ഖൈർ
തേടി ഏറ്റവും ബെസ്റ്റ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീയാണ് എല്ലാ കഴിവുള്ളവൻ. ഇവിടെ ഇസ്സയും ദില്ലയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണോ ഒരാൾക്ക് ഇസ്സത്ത് കിട്ടുന്നത്, അല്ലെങ്കിൽ ഓണർ, ഡിഗ്നിറ്റി കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്. ഏറ്റവും ഇമ്പോർട്ടന്റ് അയാളിലുള്ള ഈമാനാണ് അല്ലെ, ശരിയായ വിശ്വാസമാണ് ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇസ്സത്ത് കൊടുക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഈമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കറക്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇസ്സത്ത് കൊടുക്കുന്ന കാര്യം. തൗഹീദ് കറക്റ്റ് ആയിരിക്കുക എന്നുള്ളതാണ് ഒരാൾക്ക് ഏറ്റവും ഇസ്സത്ത് കൊടുക്കുന്ന കാര്യം. കാരണം ബാക്കിയെല്ലാം അതിൽ നിന്നുണ്ടാവുന്നതാണ്. ബാക്കി എന്തൊരു കാര്യങ്ങളും അയാൾ ചെയ്യുന്ന കർമ്മങ്ങൾ പോലും, കർമ്മങ്ങളുടെ പെർഫെക്ഷൻ, കറക്ഷൻ പോലും അയാളുടെ ശരിയായ ഈമാനിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ശരിയായ വിശ്വാസമാണ് ഒരാൾക്ക് ഏറ്റവും വലിയ ഇസ്സത്ത് നൽകുന്ന കാര്യം. അതിന്റെ അർത്ഥം ഒരാൾ ഓക്കെ വിശ്വാസിയുമായി അമലും വർദ്ധിപ്പിച്ച അത് മാത്രമാണോ ഇസ്സത്ത്? അല്ല അല്ലെ. ഇസ്സത്ത് നമ്മൾ എന്തൊരു കാര്യത്തിലും എത്രത്തോളം ഇഖ്ലാസോട് കൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ട ഇസ്സത്തുകളെല്ലാം അള്ളാഹു നമ്മളിലേക്ക് എത്തിക്കും. സൂറത്തു മുനാഫിഖൂനിലെ 8-ാമത്തെ ആയത്തില് വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ, അള്ളാഹുവിനും അവന്റെ ദൂതനും സത്യവിശ്വാസികൾക്കുമാകുന്നു പ്രതാപം അല്ലെ, ഈമാനുള്ളവർക്ക്. വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ, പക്ഷെ കപട വിശ്വാസികൾ കാര്യം മനസ്സിലാക്കുന്നില്ല. നമ്മളിൽ നിഫാഖിന്റെ എലിമെന്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ശരിക്കുമുള്ള ഇസ്സത്ത് എന്താന്ന് മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കും നമ്മളുടെ ഇസ്സത്താണ് ഭയങ്കര ഇസ്സത്ത് എന്ന്. സുബ്ഹാനല്ലാഹ്. യഥാർത്ഥ ഇസ്സത്ത് അള്ളാഹു പറഞ്ഞത് ആർക്കാണ്? അള്ളാഹ്ക്കും അല്ലെ, റസൂലിനും, സുബ്ഹാനല്ലാഹ്, അള്ളാഹ്ക്കും അവന്റെ ദൂതനും സത്യവിശ്വാസികൾക്കുമാണ് യഥാർത്ഥമായിട്ടുള്ള ഇസ്സത്ത്. അപ്പം ഒരാൾക്ക് ലോകത്തിലുള്ള എല്ലാം ഉണ്ടെന്ന് വെക്കാം, അധികാരമുണ്ട്, പണമുണ്ട്, ഭംഗിയുണ്ട്, എല്ലാ സംഭവം ഉണ്ട്, പക്ഷെ ഈമാൻ ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇസ്സത്തില്ല. അയാൾ ആളുകളുടെ കണ്ണിൽ ചിലപ്പോൾ ഭയങ്കര ബഹുമാനമൊക്കെ ഉള്ളതായിട്ട് തോന്നും, പക്ഷെ അള്ളാഹിന്റെ കണ്ണില് അയാൾക്ക് ഇസ്സത്തില്ല. അതുകൊണ്ടാണ് ഇയാൾക്ക് എന്തൊക്കെ ഉണ്ടായാലും അയാള് ഈമാൻ ഇല്ലാത്തവര് നരകത്തിലേക്ക് എറിയപ്പെടുന്നത് അല്ലെ. ഇസ്സത്തുള്ള ആരെങ്കിലും നരകത്തിലേക്ക് എറിയും. അപ്പം യഥാർത്ഥ ഇസ്സത്ത് വിശ്വാസത്തിൽ മുഅ്മിനാവുന്നതിലാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാത്ത എന്തെന്നെ ഉണ്ടെങ്കിലും അയാള് റെസ്പെക്ട് അർഹിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇനി ദുനിയാവിയായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്ത ആളുകൾക്ക്, ഒരാൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അയാൾക്ക് ഇസ്സത്ത് ഉണ്ട്. ഉദാഹരണത്തിന് ബിലാൽ റളിയല്ലാഹു അൻഹു അടിമയായിരുന്നു അല്ലെ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തില് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലൊച്ചകൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാ? ഈമാൻ കൊണ്ട്. മുഅദ്ദിനായിരുന്നു അല്ലെ. എത്ര ആളുകൾ അതിനേക്കാൾ ശ്രേഷ്ഠരായത് ആ നാട്ടിലുണ്ടായിരുന്നു, അതിനേക്കാൾ സമ്പത്തുള്ള, അതിനേക്കാൾ കുലമഹിമയുള്ള, അതിനേക്കാൾ കാണാൻ ഭംഗിയുള്ള, അതും ഈ ഒരു അടിമയായിട്ടുള്ള ബിലാൽ റളിയല്ലാഹു അൻഹുവിന് മുഅദ്ദിനാവാനുള്ള ഭാഗ്യം കിട്ടിയതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന്റെ ഈമാനിന് കൊടുക്കുന്ന ഇസ്സത്താണല്ലേ. അപ്പം ഈമാൻ ഒരു വ്യക്തിക്ക് ഇസ്സത്ത് നൽകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മൾ അല്ലെ ഇസ്സത്ത് കിട്ടാൻ വേണ്ടി, പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ട് ഈമാനിനെ തുടച്ചു കളയുന്ന ആൾക്കാരാണ് അല്ലെ. ആൾക്കാരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവും അള്ളാഹുലുള്ള വിശ്വാസവും നമ്മൾ തുടച്ചു കളഞ്ഞ് മാറ്റി വെച്ചിട്ട് വേറെ രീതിയിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും അല്ലെ നമുക്ക് നാണക്കേടാണ് അള്ളാഹു ഭൂമിയിൽ കൊണ്ടുവരുന്നത്. അവിശ്വാസം ശരിക്കും ഇസ്സത്തില്ലാത്ത, ഒരു വിവരവും ഇല്ലാത്തൊരു കാര്യമാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇനി ദില്ല കൊണ്ടുവരുന്ന വേറൊരു കാര്യമാണ്, ഒരാളിലേക്ക് നിന്ദ്യത കൊണ്ടുവരുന്ന വേറൊരു കാര്യമാണ് ഉജുബ്. സ്വന്തത്തോടുള്ള ആ ഒരു വല്ലാത്തൊരു ഇഷ്ടവും അല്ലെ, വല്ലാത്തൊരു സെൽഫ് ഇംപ്രസ്ഡ് ആയിരിക്കുക, ഞാൻ ഭയങ്കര സംഭവം, ഞാനാണ് ദ ബെസ്റ്റ് എന്നുള്ള ആ ഒരു ചിന്തയും. ഉജുബ് എന്ന് പറയുന്ന വാക്ക് ഏത് റൂട്ടിൽ നിന്നാണ്? ഐൻ ജീം ബ, അജബ, അജിബ. എന്താണ്? അമേസ്ഡ് ആവുക, അത്ഭുതപ്പെടുക അല്ലെ. അപ്പം സെൽഫില് ഞാൻ എന്നിൽ തന്നെ അത്ഭുതപ്പെടാം. ഞാൻ ഭയങ്കര ഭയങ്കര മുത്തക്കയാണ് അല്ലെ, ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, എന്റെ ഞാനും ഖുർആനുമായിട്ട് ഭയങ്കര ബന്ധമാണ്, എന്റെ ഖിറാഅത്ത് ഭയങ്കരമാണ് അല്ലെ, ഞാൻ സ്ഥിരമായിട്ട് ഞാൻ എന്താണ് ഇസ്തിഖാമത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളാണ്. ഇതാണ് ഉജ്ബ്. ഇതും ഒരാൾക്ക് നിന്ദ്യത കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിനകത്ത് ഇപ്രകാരം പറയുന്നുണ്ട്, ലാ യംബഗി ലിൽ മുഅ്മിനി അൻ യദില്ല നഫ്സഹു. ഒരു സത്യവിശ്വാസി അല്ലെ ഒരിക്കലും സ്വയം
ഹ്യൂമിലിയേറ്റ് ചെയ്ത് സ്വയം ദില്ല വിളിച്ചു വരുത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ചോദിക്കും അതെങ്ങനെയാണ്. ഓക്കെ, ഫകൈഫ യദില്ലു നഫ്സ ഖാല യതഅറദു മിനൽ ബലാഇ ലിമാ ലാ യുതീഖ്. അതായത് അവന് ചെയ്യാൻ പറ്റാത്ത കാര്യം, ട്രയൽസ്, അവന് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ അവൻ ഏറ്റെടുത്ത് ചെയ്യാം. എന്തിനായിരിക്കും അപ്പൊ അവനത് ഏറ്റെടുത്ത് ചെയ്യുന്നത്? അവനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ആൾക്കാരുടെ മുമ്പിൽ ഇംപ്രഷന് വേണ്ടി, ഓ ഞാനൊരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി. അങ്ങനെ അവനവന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് സ്വയം നിന്ദ്യത വിളിച്ച് വരുത്തരുത് എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ട്, ആരും മുന്നോട്ട് വരുന്നില്ല, എന്നാ പിന്നെ ഞാൻ അത് അങ്ങോട്ട് ചെയ്ത് കാണിച്ചേക്കാം, എനിക്കാണെങ്കിൽ അത് ചെയ്യാനായിട്ട് അറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ ആളുകളുടെ മുമ്പിൽ പൊക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് സ്വയം നിന്ദ്യത വിളിച്ച് വരുത്തലാണെന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ആരും എന്താണ്, ഒരു സത്യവിശ്വാസി സ്വയം നിന്ദ്യത വിളിച്ച് വരുത്തരുത്. ഒരാൾക്ക് ഇജ്ജത്ത് അല്ലെ, നിന്ദ്യത ഒഴിവാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇജ്ജത്ത് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ ഫോളോ ചെയ്യുക, അള്ളാഹിനെ അനുസരിക്കുക. എത്രത്തോളം നമ്മൾ അതിലേക്ക് അടുക്കുന്നോ, എത്രത്തോളം അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നോ, അത്രത്തോളം നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഇസ്സത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കൊണ്ടേയിരിക്കും. എത്രത്തോളം നമ്മൾ സ്ട്രോങ് ആയിട്ട് അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു, എത്രത്തോളം ഇബ്ലീസിന്റെ വസ്വസിനെതിരെ നമ്മൾ പ്രവർത്തിക്കുന്നു, എത്രത്തോളം നമ്മളിൽ എത്തിയ ഇൽമുകളെ നമ്മൾ അമലാക്കാൻ ശ്രമിക്കുന്നു, അത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഇസ്സത്തിനെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. നിനക്കാണ് എല്ലാത്തിനുള്ള കഴിവ് അല്ലേ. സ്പെഷ്യലി ഈ ഒരു കോണ്ടെക്സ്റ്റ്, ഈ ആയത്ത് ഇറങ്ങിയ കോണ്ടെക്സ്റ്റിൽ ബനു ഇസ്രായേൽ നമുക്കറിയാം അവർ സ്വീകരിച്ചില്ല. എന്തുകൊണ്ട്? അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ ദുനിയാവിലുള്ള പ്രോമിനൻസും പ്രാധാന്യം അവർക്ക് നഷ്ടപ്പെടും, അവരുടെ ഇസ്സ നഷ്ടപ്പെടും, അവരുടെ മുൽക്ക് നഷ്ടപ്പെടുന്നു പേടിച്ചിട്ട്. പക്ഷെ ഒരു വ്യക്തി അള്ളാഹുവിനെ അനുസരിച്ച് കഴിഞ്ഞാൽ, വിശ്വസിച്ച് കഴിഞ്ഞാലാണ് അവന് ശരിയായ ഇസ്സത്തും മുൽക്കും കിട്ടുന്നത്. ഈ ആയത്ത് ഖന്തഖ് യുദ്ധത്തിന്റെ അവസരത്തിലാണ് ഇറങ്ങിയതെന്നും പറയപ്പെടുന്നുണ്ട്. ആ ഒരു സമയത്ത് മുസ്ലിങ്ങൾ, വിശ്വാസികൾക്ക് ആ ഒരു കിടങ്ങ് കീറ, ഖന്തഖ് യുദ്ധത്തിന്റെ സമയത്ത് ആ ഒരു സ്റ്റെപ്പാണ് എടുത്തത്. അപ്പൊ ആ കിടങ്ങ് കീറുന്ന സമയത്ത് ഒരു വലിയ പാറ സ്റ്റക്കായിട്ട് അവർക്കത് പിന്നെ കുഴിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം, അവർക്കത് പൊട്ടിക്കാനും പറ്റുന്നില്ല, റിമൂവ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പൊ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ആ ഒരു പാറയുടെ മുകളിൽ ഒന്ന് അടിക്കും. അപ്പം ഒന്ന് അടിച്ചപ്പം ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വെളിച്ചം വരും. ആ വെളിച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് റോമാക്കാരുടെ മേലെയുള്ള വിക്ടറി, ജയം കാണിച്ചു കൊടുക്കും. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചപ്പം പേർഷ്യക്കാരുടെ മേലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിന്റെ വിജയം കാണിച്ചു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ഒരു സംഭവം അവിടുത്തെ മുനാഫിക്കുകളും ജൂതന്മാരും അറിഞ്ഞപ്പം അവര് പരിഹസിക്കാൻ തുടങ്ങി. കണ്ടില്ലേ, അവർക്ക് സ്വന്തം നിൽക്കാൻ തന്നെ പറ്റുന്നില്ല, ശത്രുക്കൾ അവരെ മുമ്പിൽ നിരന്ന് നിൽക്കുകയാണ്, ഏത് സമയവും അവർ പൊട്ടിപ്പൊളിഞ്ഞു പോവാം. എന്നിട്ട് ഒരു പേർഷ്യനെയും റോമനെയും, കാരണം അന്നത്തെ സൂപ്പർ പവേഴ്സ് ആണ് പേർഷ്യയും റോമും, പേർഷ്യനെയും റോമിനെയും തോൽപ്പിക്കുന്നതാണ് അവർ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ഈ ആയത്ത് ഇറക്കിയെന്നും പറയപ്പെടുന്നുണ്ട്. കാരണം ആരാ ഇസ്സത്ത് നൽകുന്നവൻ? അള്ളയാണ് അല്ലെ. നിങ്ങളുടെ കയ്യിലൊന്നല്ല ഇസ്സത്ത്, മുൽക്കും നിങ്ങളുടെ കയ്യിലല്ല. എത്ര വലുതും അള്ളാഹ്ക്ക് വലിച്ച് കയ്യിൽ കൊണ്ട് കൊടുക്കാൻ അള്ളാഹിനെ കൊണ്ട് പറ്റും. കാരണം ഇതിന്റെ ഒക്കെ ഓണർ ആരാണ്? അള്ളയാണ്, മാലിക്കൽ മുൽക്ക് അല്ലെ. എല്ലാ മുൽക്കും അള്ളാഹിന്റെ കയ്യിലാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങൾ ബെസ്റ്റ് ചെയ്താൽ മതി അല്ലെ. എത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിനെ അനുസരിക്കാനും നമ്മൾ ശ്രമിക്കുന്നു, അത്രത്തോളം നമുക്ക് നമ്മുടെ സമയമാകുമ്പോൾ ഇസ്സത്ത് അങ്ങോട്ട് വന്നോളും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മുസ്ലിംസ് റോമും പേർഷ്യയും ഒക്കെ കീഴടക്കിയിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാ. സുബ്ഹാനല്ലാഹ്. അടുത്ത ആയത്തിലേക്ക് പോവാം. 27ാമത്തെ ആയത്തിന്റെ റെസിറ്റേഷൻ നോക്കുക. ട്രാൻസ്ലേഷൻ: നീ രാത്രിയെ പകലിൽ കടത്തുകയും പകലിനെ രാത്രിയിൽ കടത്തുകയും ചെയ്യുന്നു. നീ ജീവിയെ നിർജീവിയിൽ നിന്ന് പുറത്തു വരുത്തുകയും നിർജീവിയെ ജീവിയിൽ നിന്ന് പുറത്തു വരുത്തുകയും ചെയ്യുന്നു. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ കണക്കില്ലാതെ നൽകുകയും ചെയ്യുന്നു. വാക്കർത്ഥം നോക്കാം. തൂലിജു നീ കടത്തുന്നു, ലം ജീം, അല്ലൈല രാത്രിയെ, ഫിന്നഹാർ പകലിൽ, വതൂലിജു നീ കടത്തുകയും ചെയ്യുന്നു, അന്നഹാറ പകലിനെ, ഫില്ലയിൽ രാവിൽ, വതുഖ്രിജു നീ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു, തുഖ്രിജു ഖറജ ഖറജീം
അൽ ഹയ്യ ജീവിയെ മിനൽ മയ്യിത്തി നിർജീവമായതിൽ നിന്ന് വതുഖ്റിജു അൽ മയ്യിത നിർജീവമായതിനെ നീ പുറപ്പെടുവിക്കുന്നു മിനൽ ഹൈ ജീവനുള്ളതിൽ നിന്ന് വതർസുഖു നീ നൽകുകയും ചെയ്യുന്നു ഉപജീവനം തർസുഖ് റിസ്ഖിൽ നിന്നാണ് റോ സൈ ഖാഫ് മൻ തശാ നീ ഉദ്ദേശിക്കുന്നവർക്ക് ബിഗൈരി ഹിസാബ് കണക്ക് കൂടാതെ. തഫ്സീർ നോക്കാം. തൂലിജുൽ ലൈല ഫിന്നഹാർ നീ പകലിനെ രാത്രിയെ പകലിൽ കടത്തുന്നു. തൂലിജു വാലാംജി വലജ വലജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് വേറെ ഒന്നില്ല, അതായത് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഇടുങ്ങിയ ഒരു സ്ഥലത്തും കൂടെ തുളച്ച് കയറുക, അങ്ങനെ അതിനാണ് വലജ എന്ന് പറയുന്നത്. ഓക്കെ, തൂലിജുൽ ലൈല ഫിന്നഹാർ എന്ന് പറയുമ്പോൾ രാത്രിനെ എന്താക്കാണ് പകലിലേക്ക് എൻറ്റർ ചെയ്യിപ്പിക്കുക, കടത്തുകയാണ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പകലാവാനുള്ള സമയമാവുമ്പോൾ അല്ലേ, ഓക്കെ, വേഗം രാത്രിനെ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നൈറ്റിനെ അങ്ങ് സ്വിച്ച് ഓൺ ചെയ്യുകയാണോ ചെയ്യുന്നത്? നമ്മളൊക്കെ വീട്ടിൽ ലൈറ്റ് ഓഫ് ആക്കി ഓൺ ആക്കുകയും ചെയ്യുന്ന പോലെയാണോ? അല്ല അല്ലെ, അതിങ്ങനെ മെല്ലെ മെല്ലെ മെല്ലെയാണ് ആ ഒരു നൈറ്റ് പോകുന്നത്, രാത്രി പോകുന്നത് ഇങ്ങനെ ഗ്രാജുവലി ആണ് പോണത്. അതേപോലെ പകല് വരുന്നതും ഈ പറഞ്ഞ പോലെ മെല്ലെ 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 ക്രമേണയാണ് അത് സംഭവിക്കുന്നത് അല്ലെ. അല്ലാതെ രാത്രിനെ സ്വിച്ച് ഓഫ് ആക്കി പകലിനെ സ്വിച്ച് ഓൺ ചെയ്യല്ല ചെയ്യുന്നത്. അപ്പൊ രാത്രി ഇങ്ങനെ മെല്ലെ മെല്ലെ പോകുമ്പോൾ പകൽ അങ്ങനെ മെല്ലെ മെല്ലെ ഗ്രാജുവലി കടന്നു വരിക ചെയ്യുന്നത്. അപ്പൊ തൂലിജുൽ ലൈല പിന്നഹാർ എന്ന് പറയുമ്പോൾ എന്താണ്, രാത്രിനെ പകലിലേക്ക് മെല്ലെ എൻറ്റർ ചെയ്യിക്കുകയാണ്. ഓക്കെ, അതായത് രാത്രി ഇങ്ങനെ മെല്ലെ കൊണ്ടുവന്ന് പകലിന്റെ സമയത്തേക്ക് ഇങ്ങനെ മെല്ലെ എൻറ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെ അത് മെല്ലെ മെല്ലെ അല്ലെ ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ മെല്ലെ അതിനെ അങ്ങോട്ട് എൻറ്റർ ചെയ്തിട്ട് മറ്റേത് അങ്ങനെ അലിഞ്ഞങ്ങടെ ഇല്ലാണ്ടാവുന്നത് പോലെയാണ്. അതേപോലെ രാത്രി ലോങ് ആവുകയും പകല് ഷോർട്ട് ആവുകയും ചെയ്യുന്ന ഒരു കാര്യം കൂടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ടെന്ന് പറയുന്നത്. തൂലിജുല്ലയില് ഫിന്നഹാർ, തൂലിജു നഹാറ ഫില്ലയിൽ തൂലിജു നഹാറ ഫില്ലയിൽ. അതേപോലെ പകലിനെ രാത്രിയിലും. പകല് മെല്ലെ ഇതേപോലെ രാത്രിയിൽ പ്രവേശിച്ചിട്ട് ഈ പറഞ്ഞ പോലെ പകലും ഇല്ലാതാവുന്നു. അതേപോലെ പകലിന്റെയും രാത്രിയുടെയും ലെങ്ത് കൂടുന്നതും കുറയുന്നതും ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് ജസ്റ്റ് അല്ലെ ഇസ്സത്തിന്റെ മുൽക്കിന്റെ ഒക്കെ തൊട്ട് അത് കഴിഞ്ഞപാട് ഈ ഒരു ആയത്ത് പറയുന്നത് തോത്തിൽ മുൽക്കം മുൽക്കം ഇമ്മൻ തശാവ് തൊഴു മൻ തശാവ് തുതില്ലു മൻ തശ. ഇതാണ് നമ്മൾ ലാസ്റ്റ് ആയത്തിൽ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അതിന്റെ തൊട്ട് പിന്നാലെ ഇത് ഇങ്ങോട്ട് വന്നത്? നമ്മൾ അവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം, ദുനിയാവില് ഒന്നും പെർമനന്റ് അല്ല അല്ലെ, മുൽക്ക് പെർമനന്റ് അല്ല. ഇന്നൊരാൾക്ക് മുൽക്ക് ഉണ്ടെങ്കിൽ നാളെ അത് നഷ്ടപ്പെടാം അല്ലെ. ഇന്നൊരാൾക്ക് മുൽക്ക് ഇല്ലെങ്കിൽ നാളെ അയാൾക്ക് മുൽക്ക് കിട്ടിയേക്കാം. ഒരാൾക്ക് ഇസ്സത്ത് ഇന്നുണ്ടെങ്കിൽ നാളെ അയാളിന്ന് ഇസ്സത്ത് എടുത്ത് കളഞ്ഞേക്കാം. ഒരാൾക്ക് ഇന്ന് വില്ല ഉണ്ടെങ്കിൽ നാളെ അത് ഇസ്സത്ത് വെച്ച് അള്ളാഹു റീപ്ലേസ് ചെയ്തേക്കാം. അതേപോലെ രാത്രിയും പെർമനന്റ് അല്ല, പകലും പെർമനന്റ് അല്ല. രാത്രി വരുന്നു, പകല് പോകുന്നു, പകല് വരുന്നു, രാത്രി പോകുന്നു. പകലിന്റെ നീളം കൂടുന്നു, രാത്രിയുടെ നീളം കുറയുന്നു അല്ലേ. സുബ്ഹാനല്ലാഹ്, ദുനിയാവിൽ ഒന്നും പെർമനന്റ് അല്ല, ലെങ്ത് സെയിം അല്ല, അത് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും അല്ലെ. അതുകൊണ്ട് രാത്രിയും പെർമനന്റ് അല്ല, പകലും പെർമനന്റ് അല്ല. ഇസ്സത്തുള്ള പ്രശസ്തിയുള്ള ദിവസങ്ങളും പെർമനന്റ് അല്ല, നിന്ദ്യതയുള്ള ദിവസങ്ങളും പെർമനന്റ് അല്ല. അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്നൊരാൾക്ക് ഇസ്സത്ത് ഉണ്ടാവും, നാളെ അയാൾക്ക് ചിലപ്പോൾ ദില്ലയായിരിക്കും. ഇന്നൊരാൾക്ക് ദില്ല ഉണ്ടാവും, നാളെ അയാൾക്ക് ചിലപ്പോൾ ഇസ്സത്തായിരിക്കും. സുബ്ഹാനല്ലാഹ്, ഇതന്നെയാണ് അല്ലെ പണ്ട് മുസ്ലിങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത്. മക്കയില് 13 വർഷത്തോളം അവർ കംപ്ലീറ്റ് ദില്ലാണ് സഫർ ചെയ്തത് അല്ലെ, നിന്ദ്യതയാണ് അവർ സഫർ ചെയ്തത്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് പീഡനങ്ങൾ. പിന്നെ അള്ളാഹു എന്ത് ചെയ്തു? അവര് മക്കയിലുള്ള ആളുകളിൽ നിന്ന് ആ മുൽക്ക്, അതേ അത്രയും കാലം മക്കയിലുള്ള മുശ്രിക്കുകൾക്ക് അള്ളാഹു മുൽക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവരിൽ നിന്ന് മുൽക്ക് അങ്ങോട്ട് എടുത്തു കളഞ്ഞു. പകരം മദീനയിലെത്തിയപ്പോൾ മുസ്ലിങ്ങൾക്ക് ഇസ്സത്ത് കിട്ടി, മുൽക്ക് കിട്ടി. അങ്ങനെ അവര് തിരിച്ചു വന്ന് മക്കനെയും അവര് കീഴടക്കി. അപ്പൊ ഒരാളും നിരാശരാവേണ്ട കാര്യമില്ല. അതേപോലെ ഒരുപാട് അഭിമാനിച്ച് അഹങ്കരിച്ചിരിക്കേണ്ട കാര്യമില്ല അല്ലെ. ഓക്കെ, കണ്ടോ, ഞാൻ പകലിലാണ്, ഉച്ചയിലാണ്, നല്ല വെളിച്ചവും പ്രകാശമൊക്കെ ഉണ്ട്, അപ്പൊ ഇന്ന് എനിക്കിനി ഫുൾ പകലായിരിക്കും ചിന്തിക്കാൻ പറ്റില്ല അല്ലെ. കാരണം ഇതും അവസാനിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം അത് അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് മാക്സിമം അങ്ങോട്ട് ഓടിപ്പിടിച്ചിട്ട് ചെയ്യാം. അള്ളാഹു നിങ്ങൾക്ക് തന്ന മുൽക്ക് കൊണ്ട് എന്തൊക്കെ നന്മ ചെയ്യാൻ പറ്റുമെന്ന് അത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് ചെയ്യാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇന്ന് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരുപാട് പ്രയാസങ്ങൾ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതും എന്നേക്കുള്ളതല്ല. നാളെ ചിലപ്പോൾ അത് മാറി മറിഞ്ഞ് സിറ്റുവേഷൻ ബെറ്റർ ആവാം. ഏത് സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടത്?
അള്ളാനെ അനുസരിക്കുക എന്നുള്ളതല്ലേ. അത് ഉപയോഗിച്ച്, അത് നല്ല സിറ്റുവേഷൻ ആണെങ്കിലും വിഷമമുണ്ടാക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും അത് ഉപയോഗിച്ച് അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ആ ഒരു ചാൻസ് നഷ്ടപ്പെടുത്താതിരിക്കുക. വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, നീ ജീവനുള്ളതിനെ മയ്യത്തിൽ നിന്ന്, ചത്തതിൽ നിന്ന്, നിർജീവത്തിൽ നിന്ന് കൊണ്ടുവരുന്നു. ഓക്കെ, അള്ളാഹു നിർജീവമായത് നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെ കൊണ്ടുവരുന്നു. സുബ്ഹാനല്ലാഹ്. വതുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, തിരിച്ചും നീ ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും കൊണ്ടുവരുന്നു. വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്, നീ നൽകുന്ന വിഭവങ്ങൾ നൽകുന്നു ഒരു ഹിസാബും ഇല്ലാതെ. എന്താണ് ഇതുകൊണ്ടൊക്കെ അർത്ഥാക്കുന്നത്? നീ ജീവിച്ചിരിക്കുന്നതിൽ നിന്ന്, അല്ല മയ്യത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്നത് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നതിൽ നിന്ന് മയ്യത്തിനെ കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അത് കാണിക്കുന്നത്? ഒന്നാമത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പവർ അല്ലേ. അള്ളാഹ്ക്ക് എന്തും പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ചില പണ്ഡിതന്മാർ പറയുന്നത് അതായത് മരിച്ചതിൽ നിന്ന്, മയ്യത്തിൽ നിന്ന് ഹയ്യിനെ എടുക്കുക എന്ന് പറയുന്ന കാര്യത്തിന് ഇപ്രകാരം പറയുന്നുണ്ട്. അതായത് ഒരാള് സൃഷ്ടിപ്പ് അല്ലെ, മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്തിൽ നിന്നാണ്? നുത്ഫയിൽ നിന്നാണ് അല്ലെ. നുത്ഫ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് നിലനിൽക്കാൻ പറ്റാത്ത ഒരു സെല്ലാണ്. അത് നിർജീവമാണ് അല്ലെ. അതിൽ നിന്നാണ് ജീവനുള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഒരു കോഴി മുട്ടയിൽ നിന്നുണ്ടാകുന്നുണ്ട് അല്ലെ. മുട്ട നിർജീവമാണ്, അതിൽ നിന്ന് ജീവനുള്ള കോഴി വരുന്നു. എന്നാൽ ജീവനുള്ള കോഴിയിൽ നിന്ന് മുട്ട പുറത്തേക്ക് വരുന്നുണ്ട് അല്ലെ. നിർജീവമായത് ജീവനുള്ളതിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഡെഡായിൽ നിന്ന് എലൈവ് ആയിട്ടുള്ള ജീവനുള്ളതും വരുന്നുണ്ട്, ജീവനുള്ളതിൽ നിന്ന് ഡെഡായതും വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇപ്പം ഒരു സ്ത്രീ, ഓക്കെ, ഗർഭം ധരിച്ച ഒരു സ്ത്രീയാണ്. അത് സ്ത്രീക്ക് ജീവനുണ്ട്, പക്ഷേ വയറ്റിൽ വെച്ച് തന്നെ മരിച്ച അല്ലെ ചാപ്പിള്ളയായ ഒരു കുട്ടിക്ക് അത് ജന്മം നൽകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തിരിച്ചും കുട്ടി, ഗർഭപാത്രത്തിൽ ജീവനുള്ള കുട്ടി, പക്ഷെ ഉമ്മ മരിച്ചിട്ടും അതിനെ ജീവനോടെ പുറത്തെടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ജീവനുള്ളതിൽ നിന്ന് ചത്തതിനെയും, ചത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും കൊണ്ടുവരാൻ അള്ളാഹ്ക്ക് പ്രയാസമില്ല. എല്ലാം അള്ളാഹിന്റെ കയ്യിലാണല്ലേ. ഇനി ഇതിനെ വേറെ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു വിത്തിൽ നിന്ന് ചെടി കൊണ്ടുവരുന്നത് അല്ലെ. ഒരു വിത്ത് എന്ന് പറയുന്നത് ജസ്റ്റ് അല്ലെ, ഒരു സീഡ് അല്ലെങ്കിൽ ഒരു കായ് എന്ന് പറയുന്നത് അത് ഡെഡ് ആണ്. അതിൽ നിന്ന് ജീവനുള്ള ഒരു ചെടീനെ കൊണ്ടുവരാൻ പറ്റുന്നത്. സുബ്ഹാനല്ലാഹ്. അതേപോലെ തിരിച്ചും ചെടിയിൽ നിന്ന് അല്ലെ, ജീവനുള്ള ചെടിയിൽ നിന്ന് ജീവനില്ലാത്ത വിത്തിനെ എടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. വളരാൻ പറ്റുന്നതിൽ നിന്ന്, വളർന്നുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് വളർച്ചയില്ലാത്തൊരു സാധനത്തിനെ എടുക്കുന്നത്. ഈത്തപ്പഴത്തിൽ നിന്ന് ഈത്തപ്പഴത്തിന്റെ കുരു എടുക്കുന്നത്, ഈത്തപ്പഴത്തിന്റെ കുരുവിൽ നിന്ന് ഈത്തപ്പഴം ഉണ്ടാകുന്നത്. സുബ്ഹാനല്ലാഹ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറയുന്നത് അല്ലെ. അപ്പം ഇതെല്ലാം അള്ളാഹ്ക്ക് പറ്റും, അള്ളാഹിന്റെ പവറിന് പറ്റും. സുബ്ഹാനല്ലാഹ്. ഇനി ഈ ഒരു ആയത്തിന് വേറൊരു രീതിയിലും കൂടെ മനസ്സിലാക്കാന്ന് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു വിശ്വാസി അല്ലെ, ഒരാളുടെ വിശ്വാസം എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? അന്ധകാരത്തിൽ നിന്ന്, അവിശ്വാസത്തിൽ നിന്ന് അല്ലെ. അവിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് അള്ളാഹു വിശ്വാസം കൊടുക്കുന്നു. അതുപോലെ അവിശ്വാസികളായ മാതാപിതാക്കളുടെ മക്കൾക്ക് അള്ളാഹു വിശ്വാസം കൊടുക്കുന്നു. അതേപോലെ തിരിച്ചും വിശ്വാസമുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് അവിശ്വാസം ഉണ്ടാകുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം മരിച്ചതിൽ നിന്ന് ജീവനുള്ളതിനെയും, ജീവനിൽ നിന്ന് മരിച്ചതിനെയും കൊണ്ടുവരാൻ ആർക്ക് പറ്റും? അള്ളാഹ്ക്ക് പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ വിശ്വാസി എന്ന് പറയുമ്പോൾ അല്ലെ, ഈമാനുള്ള വ്യക്തി അല്ലെ, ഒരു ഈമാനുള്ള ഹൃദയമാണ് ജീവിച്ചിരിക്കുന്ന ഹൃദയം എന്ന് പറയുന്നത് അല്ലെ. ഒരു ഹൃദയത്തിൽ ഈമാൻ ഇല്ലെങ്കിൽ അത് ചത്തതിന് തുല്യമാണ്. ഇൽമില്ലെങ്കിൽ അല്ലെ, കുഫ്റാണ്, അറിവില്ലായ്മയും കുഫ്റുമാണ് ഒരു ഹൃദയത്തിലുള്ളതെങ്കിൽ അത് ചത്തതിന് തുല്യമാണ്. സുബ്ഹാനല്ലാഹ്. സൂറത്ത് അൻആമില് 122 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സോറി, പ്രസന്റേഷൻ ഒന്ന് സ്റ്റക്ക് ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് സൂറത്ത് അൻആമില് 122 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസ്. നിർജീവ അവസ്ഥയിലായിരിക്കെ നാം ജീവൻ നൽകുകയും നാം ഒരു സത്യപ്രകാശം നൽകിയിട്ട് അതുമായി ജനങ്ങൾക്കിടയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവന്റെ അവസ്ഥ.
ഓക്കെ. അപ്പം നിർജീവാവസ്ഥയിലായിരിക്കുക എന്ന് പറയുമ്പോൾ ഈമാൻ ഇല്ലാത്ത അവസ്ഥ. അപ്പം അള്ളാഹു ഒരു പ്രകാശം നൽകുക എന്ന് പറയുമ്പോൾ ഈമാൻ നൽകുക അല്ലെ. അപ്പം ഈമാൻ നൽകിയിട്ട് ജീവൻ ഉണ്ടാവുക, ആളുകളുടെ ഇടയിലൂടെ നടക്കാൻ പറ്റുന്ന അവസ്ഥ. അപ്പം ഈമാൻ എന്ന് പറയുന്നത് ജീവനാണ് അല്ലെ. കുഫ്ർ എന്ന് പറയുന്നത് എന്താണ്? നിർജീവമായിട്ടുള്ള അവസ്ഥയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ രീതിയിലും ഈ ഒരു ആയത്തിനെ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വതുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി. അപ്പം നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും കൊണ്ടുവരുന്നു. വതർസുഖു മൻ തശാ. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ റിസ്ക് നൽകുന്നു. റിസ്ക് ഓക്കെ. എങ്ങനെ? ബിഗൈരി ഹിസാബ്. ഹിസാബ് ഇല്ലാതെ. അതായത് ബിഗൈരി ഹിസാബ് എന്ന് പറയുന്നത് യാതൊരു ലിമിറ്റും ഇല്ലാതെ, യാതൊരു കാൽക്കുലേഷനും ഇല്ലാതെ. ഓക്കെ. കൊടുക്കുമ്പോൾ ഇത്രയാണെന്ന് അളന്ന് മുറിച്ച് തൂക്കിയിട്ടല്ലാതെ കൊടുക്കുക അല്ലെ. നമ്മള് കൊടുക്കുമ്പോൾ പലപ്പോഴും ഇത്ര റുപ്യാണേ, ഇത്ര സാധനമാണേ, ഇത്ര കിലോ ആണേ എന്നൊക്കെ പറഞ്ഞിട്ട് അളന്നിട്ട് വേണം നമ്മൾ കൊടുക്കുക അല്ലെ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല യാതൊരു കാൽക്കുലേഷനും ഇല്ലാതെ പലപ്പോഴും അല്ലെ ജനറസ് ആയിട്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ബിഗൈരി ഹിസാബ്. വളരെ ജനറസ് ആയിട്ട്, ഹിസാബ് എടുക്കാതെ ഫ്രീ ആയിട്ട്. അതായത് പലപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ അതിന് നമുക്ക് പകരം അല്ലെ എന്തെങ്കിലും തിരിച്ചു കിട്ടണം. ഞാൻ തന്നില്ലേ, അതിന് പകരം ഇല്ലേ എന്നുള്ളത് വേണം. അല്ലെങ്കിൽ ഞാൻ തന്നത് കൊണ്ട് നീ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും ഫ്രീ ആയിട്ട് അല്ലെ, അതിന്റെ കൂടെ ഒരു ബില്ല് പകരം നീ ഇന്നത് ചെയ്യണം എന്ന് ആവശ്യപ്പെടാതെ ഹിസാബില്ലാതെയാണ് അള്ളാഹു കൊടുക്കുന്നത്. അതും അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്. സുബ്ഹാനല്ലാഹ്. അപ്പം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എല്ലാം അല്ലെ ഫുൾ ട്രൂ ആയിട്ടുള്ള പവർ, അധികാരം, മുൽക്ക് എല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മൾ തേടുകയാണെങ്കിൽ അത് എവിടെ തേടണം? അള്ളാഹുവിന്റെ അടുത്ത് തേടണം. അവനെ അനുസരിച്ചുകൊണ്ട് അല്ലെ, അവന് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനാണ്ട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഇസ്സത്ത് കിട്ടുമെന്ന് വിചാരിച്ച് നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ ആ ഇസ്സത്തും തേടി ജീവിതകാലം മുഴുവനും അലയാനേ പറ്റുള്ളൂ. ഇസ്സത്ത് കിട്ടാനുള്ള ഒരേ ഒരു മാർഗം എന്താണ്? അതുള്ള റബ്ബില് തേടുക എന്നുള്ളത് അല്ലെ. മാലിക്കൽ മുൽക്കായ റബ്ബിന്റെ അടുത്താണ് ഇതെല്ലാം ഉള്ളത്. അപ്പം അത് അവനിൽ തേടുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവനിൽ നിന്ന്, അവനെ അനുസരണക്കേട് കാണിച്ച് അവനിൽ നിന്ന് തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മളുടെ ലക്ഷ്യത്തിൽ നിന്ന്, നമുക്ക് വേണ്ട കാര്യത്തിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ അതുള്ള ആൾക്കാരുടെ അടുത്തല്ലേ ചോദിക്കുക, ഇല്ലാത്തവരുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലെ. സുബ്ഹാനല്ലാഹ്. അള്ളാണ് മാലിക്കൽ മുൽക്ക്. കംപ്ലീറ്റ് പവറും കംപ്ലീറ്റ് അധികാരവും കംപ്ലീറ്റ് ഓണർഷിപ്പും അവനാണ്. അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയിലും മുൽക്ക് വേണമെങ്കിൽ അത് അള്ളാഹിന്റെ അടുത്താണ് ചോദിക്കേണ്ടത്. അള്ളാഹുലേക്കാണ് ഓടേണ്ടത്. അവനിൽ നിന്ന് തിരിഞ്ഞോടല്ല വേണ്ടത്. അവനെ അനുസരിക്കുക വേണ്ടത്. അവനെ പ്ലീസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ. ശരിയായ ഇസ്സത്ത് എന്ന് പറയുന്നത് അവനെ അനുസരിക്കുന്നതിലാണ്, അവനോട് അനുസരണക്കേട് കാണിക്കുന്നതിലാണ്. നമ്മൾ മുസ്ലിംസ് എന്ന മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ അല്ലെ, ഇപ്പം ഒരുപാട് ഇസ്സത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് ആ ഒരു ഇസ്സത്ത്, ആ മുൽക്ക് നമുക്ക് തിരിച്ചു വേണമെങ്കിൽ മുസ്ലിംസ് എന്ന നിലയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ അമലുകൾ തിരുത്തണം, നമ്മളുടെ ആക്ഷൻസ് കറക്റ്റ് ആക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല എന്താ പറഞ്ഞതെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി അത് ചെയ്യുന്ന ആളുകളായിരിക്കണം. അള്ളാഹ്ക്ക് തൃപ്തിയുള്ളത് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. കാരണം മൻ തശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് അവൻ ഇസ്സത്ത് നൽകുന്നത് അല്ലെ. നമ്മൾ അവന്റെ ഇസ്സത്തിന് നമ്മൾ വേർത്തിയല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ അർഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അവൻ തരുവോ? ഇല്ല. കാരണം അത് അള്ളാഹിന്റെ കയ്യിലുള്ള കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോഴൊക്കെ ചിലർക്കെങ്കിലും മറ്റുള്ളവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള മുൽക്ക് അല്ലെ, എന്തെങ്കിലും രീതിയിലുള്ള അധികാരവും ഉടമസ്ഥതയും ഒക്കെ ഉണ്ടാവുമ്പോൾ അതും നമ്മൾ കിട്ടാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, ഓക്കെ, നമുക്കത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച എന്തൊരു സാധനം, ആ മുൽക്ക് എന്ന് പറയുമ്പോൾ അത് എന്തും ആവാം. അതേപോലെ നമുക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു പവർ മറ്റുള്ളവരുടെ കയ്യിൽ ഉണ്ടാവുമ്പോൾ നമ്മളെ എന്താവും? അസൂയ നമ്മളിൽ വർക്കൗട്ട് ആവും അല്ലെ. ഇബ്ലീസിന്റെ മെയിൻ ആയിട്ടാണ് ഈ ഹസദ്. ശരിക്കും ആ അസൂയ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ആ മൊമെന്റ് തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുക ചെയ്യുന്നു അല്ലെ. കാരണം അള്ളാഹു വെറുപ്പുള്ള ഒരു കാര്യമാണ്. അള്ളാഹു പല സമയത്തും പറഞ്ഞ് തടഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അസൂയ നമ്മളിലേക്ക് വരുമ്പം ശരിക്കും നമ്മൾ അവിടെ മുതൽ നമ്മൾ അള്ളാഹുവിനെ അനുസരണക്കേട് കാണിച്ചു തുടങ്ങി. പിന്നെ അവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് ഇസ്സത്ത് അള്ളാഹു എടുത്ത് കളയുക ചെയ്യുന്നത്. നമ്മളിലേക്ക് ദില്ല് തന്നുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. നമുക്ക് ചിലപ്പോൾ മനസ്സിലാവുന്ന പോലും ഉണ്ടാവില്ല അല്ലെ.
സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മൾ മറന്നുപോവാണ് അള്ളാഹു ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള മുൽക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെ, എന്തെങ്കിലും ഓണർഷിപ്പോ അധികാരോ അല്ലെ എന്തെങ്കിലും കാര്യം, അത് ഈമാനായിക്കോട്ടെ, അൽമായിക്കോട്ടെ, സ്വത്തായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, നല്ല കുടുംബമായിക്കോട്ടെ, എന്ത് കാര്യമാണെങ്കിലും അള്ളാഹു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹിന്റെ തീരുമാനമാണ്. അള്ളാഹിന്റെ കയ്യിലുള്ള കാര്യമാണ് മാലിക്കൽ മുൽക്ക്, അല്ലെ. അള്ളാഹിന്റെ തീരുമാനമാണ് അത് അവർക്ക് കൊടുക്കാന്നുള്ള അള്ളാഹുവിന്റെ ഹിക്മത്താണ് അത്. അതേ റബ്ബിന് അത് നമുക്കും തരാൻ പറ്റും എന്നുള്ളതും നമ്മൾ മറന്നു പോവാണ് ഈ അസൂയ വരുമ്പോൾ, അല്ലെ. അപ്പം അസൂയ വരുന്ന മൊമെന്റിൽ മുതൽ നമ്മൾ അള്ളാഹുവിന് അനുസരണക്കേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന് അനുസരണക്കേട് കാണിച്ചിട്ട് നമുക്ക് ഇജ്ജത്ത് കിട്ടുമോ? ഒരിക്കലും കിട്ടൂല, അല്ലെ. അത് തന്നെയായിരുന്നു ബനു ഇസ്രായേലിന്റെ പ്രോബ്ലം. ജലസി, അസൂയായിരുന്നു, അല്ലെ. എന്തുകൊണ്ട് എനിക്കില്ല, എന്തുകൊണ്ട് അവർക്കുണ്ട്, അല്ലെ. എനിക്ക് അത് വേണം, എനിക്കിത് വേണം, എനിക്ക് മറ്റത് വേണം, പക്ഷെ എനിക്ക് തരാണ്ട് എന്തുകൊണ്ട് അവർക്ക് കൊടുത്തു? സോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്തെങ്കിൽ അത് അള്ളാഹിന്റെ ഹിക്മത്താണ്. അള്ളാഹു മാലിക്കുൽ മുൽക്കാണ്. ആ റബ്ബിന് എനിക്കും തരാൻ പറ്റുന്ന ആ ഒരു സത്യം അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കണം. നമ്മൾ അള്ളാഹുവിനെ എങ്ങനെയൊക്കെ അനുസരിക്കുന്നോ അത്രത്തോളം നമുക്ക് ഇസ്സത്ത് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. പകരം നമ്മളെ ചുറ്റുപാടുള്ളവർക്ക് അതുണ്ടോ ഇവർക്ക് ഇതുണ്ടോ എന്ന് ആലോചിച്ച് അതിൽ അസൂയം കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അള്ളാഹുവിനെ അനുസരണക്കേട് കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മളിൽ നിന്നുള്ള ഇസ്സത്ത് എടുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഓക്കെ, മാലിക്കൽ മുൽക്കായ റബ്ബിനാണ് ഈ പറഞ്ഞ ഇസ്സത്ത് തരാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അത് റബ്ബിൽ തേടുക, റബ്ബിന് അനുസരണ കാണിക്കുക, റബ്ബിന് തൃപ്തിയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ കൊണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുക, അത് നഷ്ടപ്പെടുന്നത് വരെ. എന്തും ഇന്നുള്ളത് നാളെ നഷ്ടപ്പെടും. കാരണം തൂലിജുല്ലൈല ഫിന്നഹാരി തൂലിജുന്നഹാറ ഫില്ലൈൽ, ഒന്നും പെർമനന്റ് അല്ല. ഇന്നിപ്പോ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അൽഹംദുലില്ലാ അത് ഉപയോഗിച്ച് നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കുക. നാളെ നമ്മുടെ കയ്യിൽ ഇല്ലാണ്ടാവുമ്പോൾ അപ്പോൾ ഉള്ളത് എന്താണോ അത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും നമ്മളെ അവസ്ഥ സ്ഥായിയായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഒന്ന് തന്നെയുള്ളൂ, എന്താണ്? അബദ്, അല്ലെ. അള്ളാഹിന് അനുസരണ കാണിക്കുക, അള്ളാഹ്ക്ക് തൃപ്തിയുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഹൈറായ രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹ് തന്ന മുൽക്കുകളെ ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിക്കാനും അത് ഉപയോഗിച്ച് അള്ളാഹുവിനെ അനുസരണ കാണിക്കാനും അതിൽ നിന്ന് അള്ളാഹുവിന്റെ തൃപ്തി നേടാനും മരണം വരെയും അത് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ തുടരാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും. ആമീൻ. നമ്മളിൽ നിന്ന് ഈ കാര്യത്തിലൊക്കെ വന്നുപോയ അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റുകളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരട്ടെ. ആമീൻ. اللهم إني عبدك ابن عبدك ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.